വകതിരിവ് വട്ടപൂജ്യം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ടൈറ്റിൽ. അബ്ദുൽ അബ്ബാസിലും സംഘവും അല്ലെങ്കിൽ ഇസ്ലാം മത പ്രബോധകർ, ഇസ്ലാം മതത്തിൻ്റെ പ്രചാരകരും വിശ്വാസത്തിൽ നിൽക്കുന്നവരും അത്തരത്തിൽ പ്രബോധന രംഗത്തുള്ളവർ മാത്രമല്ല, സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ വരെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതും ഒരു പരിധിവരെ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു വിഷയമാണ്. മതമില്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹു ഇല്ലെങ്കിൽ, ദൈവമില്ലെങ്കിൽ, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആവാതെ എങ്ങനെയാണ് അയാൾക്ക് നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ കഴിയുക എന്നതാണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയില്ല, നമ്മുടെ നാട്ടിലൊക്കെ മലബാർ ഏരിയയിലൊക്കെ ഇസ്ലാമിക ദൃഷ്ട്യ മോശമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റാണ് അല്ലെങ്കിൽ തിന്മയാണ് എന്ന് വിചാരിക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ, ജാതിയിൽ കുറഞ്ഞ ആളുകളെ ആക്ഷേപിക്കുന്ന, പേര് വിളിച്ച് ആക്ഷേപിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ചാത്തപ്പൻ എന്ത് മഹിഷറ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം തെറ്റാണെന്ന് പൊതുസമൂഹം കാണുന്നത് പോലെ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്നവനെ ഏതെങ്കിലുമൊക്കെ താഴേക്കിടയിൽ എന്ന് പൊതുവിൽ കരുതിപ്പോരുന്ന ജാതികളുടെ പേര് പറഞ്ഞിട്ട് ആക്ഷേപിക്കും. ഇത് വളരെ ചെറിയ പ്രായം തൊട്ട് തന്നെ നന്മ തിന്മ അല്ലെങ്കിൽ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ ഇസ്ലാമിക വിശ്വാസം ഉണ്ടാവണം, അള്ളാഹുവിൽ വിശ്വസിക്കണം എന്ന ഒരു അബദ്ധം, ഒരു അന്ധവിശ്വാസം വിശ്വാസികളിൽ എല്ലാ കാലത്തുണ്ട്. എന്തിന് വിശ്വാസിയാകണം എന്ന് ചിന്തിക്കുന്ന പല ആളുകളും, നമ്മൾ വിശ്വാസി അല്ലെങ്കിൽ നമ്മളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ കള്ളു കുടിച്ചാലോ, നമ്മൾ ചീട്ട് കളിച്ചാലോ, നമ്മൾ അയലോക്കത്ത് കയറി മോഷ്ടിച്ചാലോ, ആരെങ്കിലും ബലാത്സംഗം ചെയ്താലോ, ആരെങ്കിലുമൊക്കെ കൊന്നു കളഞ്ഞാലോ എന്ന് പേടികൊണ്ട് അവനവൻ, ഞാൻ വിശ്വാസി അല്ലെങ്കിൽ ഞാൻ ആക്രമിക്കും, ഞാൻ കൊല്ലും, ഞാൻ മോഷ്ടിക്കും, ഞാൻ കൊള്ളയടിക്കും എന്ന് ചിന്തിക്കുന്ന, സ്വയം അങ്ങനെ വിചാരിക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾക്ക് ഈ മതവിശ്വാസം ഇല്ലെങ്കിൽ, ഇപ്പം എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഞാൻ കള്ളു കുടിക്കും എന്നൊരാൾക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോജിക്ക് എന്താണ്? രണ്ട് പ്രശ്നങ്ങളാണ് അതിലുള്ളത്. അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പൊതുവിൽ പറയപ്പെടുന്നതും അബ്ദുൽ അബ്ബാസിലൊക്കെ എപ്പോഴും ഊന്നി പറയുന്നതുമായിട്ടുള്ള കാര്യം കോമൺ സെൻസ് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള ഒരു വാള് പോലെയാണ് എന്നാണ് ഇവരുടെയൊക്കെ വാദം. കാരണം കോമൺ സെൻസ് ഉപയോഗിച്ചാൽ അത് പ്രശ്നമായി പോകും. പിന്നെ കോമൺ സെൻസ് നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം. എങ്ങനെ? ഇപ്പം ഖുർആൻ വായിക്കാം, കോമൺ സെൻസ് ഉപയോഗിച്ച് ഖുർആൻ വായിക്കാം. പക്ഷെ അത് നല്ല പരിശീലനം കിട്ടിയ ആളുകൾ മാത്രം ഉപയോഗിക്കേണ്ട, വളരെ മൂർച്ചയേറിയ, അപകട സാധ്യത ഏറെയുള്ള ഒരു സാധനമാണ് ഈ കോമൺ സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് നമ്മളെ കോമൺ സെൻസ് വെച്ചിട്ട് ആലോചിച്ചിട്ട് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ടാകും എന്ന് ആലോചിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കോമൺ സെൻസ് ഉപയോഗിക്കാം. അതല്ലാതെ ഈ പ്രപഞ്ചത്തിന് പിന്നിലുള്ള കാരണം എന്താണ്, അതെങ്ങനെയാണ്, അതിൻ്റെ അറിവുകൾ, എന്തൊക്കെ തരം അറിവുകളുണ്ട്, അതിലേതാണ് കുറച്ചുകൂടിയും നമ്മളുടെ കോമൺ സെൻസിന് യോജിക്കുന്നത്, യുക്തിഭദ്രം, അങ്ങനെയൊന്നും ആലോചിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കണ്ണ് തുറന്ന് ചുറ്റും നോക്കി, തൂണുകളില്ലാതെ ഉയർത്തി നിർത്തി ആകാശങ്ങളിലേക്ക് നോക്കി അത്ഭുതം കൂറുക, അള്ളാഹു ഇല്ലെങ്കിൽ ആകാശം എങ്ങനെയാണിപ്പോൾ ഇങ്ങനെയൊക്കെ പൊക്കി നിർത്താൻ കഴിയുക? ഇന്ന് വരെ ആകാശത്തിൻ്റെ തൂണാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മളുടെ കണ്ണിന് കാണാൻ കഴിയാത്ത തൂണുകളിൽ ആകാശത്തെ ഒരു മേലാപ്പ് പോലെ, ഒരു പന്തൽ പോലെ, ഒരു കനോപ്പി പോലെ ഉയർത്തി നിർത്തിയത് ആരായിരിക്കും എന്നാലോചിക്കാം. എന്നിട്ട് ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവായിരിക്കാം എന്ന് നിങ്ങളുടെ കോമൺ സെൻസ് വെച്ചിട്ട് ചിന്തിക്കുക. നിങ്ങളെ കോമൺ സെൻസ് ഒരു പരിധി വരെ അതിന് സമ്മതിക്കില്ല, പക്ഷെ എന്നാലും അതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമൺ സെൻസ് പോയിട്ട് അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തോളാം, അവിടെ അടച്ചോളാം. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കരുത്. അപ്പം എന്താണ് ആകാശം, എങ്ങനെയാണ് ആകാശം എന്നൊന്നും ഉണ്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത് എന്നതുപോലെ. അപ്പം നിങ്ങൾ ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവ് എന്നൊരു സാധനത്തിലേക്ക് നമ്മൾ എത്താൻ പാകത്തിനുള്ള കോമൺ സെൻസ് ഉപയോഗിക്കുകയും, അങ്ങനെ നിങ്ങളൊരു സൃഷ്ടാവിലെത്തി, ഇപ്പോൾ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നി, അപ്പോൾ അതാരായിരിക്കും ആ സൃഷ്ടാവ് എന്നാലോചിക്കുക. എങ്ങനെ ആലോചിക്കണം? ഖുർആനിനകത്ത് നിന്ന് ആലോചിക്കണം. കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിലുള്ള ആൾക്കാരോട് പറയാണ്, രണ്ട് കാര്യങ്ങൾ ആദ്യം ഉറപ്പിച്ചു വെച്ചിട്ട് വേണം കോമൺ സെൻസിലേക്ക് പോകാൻ. എന്താണത്?
അള്ളാഹുവാണ് ദൈവം, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഈ രണ്ട് അന്ധവിശ്വാസം അല്ലെങ്കിൽ യാതൊരു തെളിവും വെളിവും ഇല്ലാത്തൊരു വിശ്വാസം അത് മനസ്സിൽ ഉറപ്പിച്ച് നാക്കുകൊണ്ട് വെളിവാക്കി പറഞ്ഞ ശേഷം കോമൺ സെൻസുകൾ എത്ര വേണേ ഉപയോഗിച്ചു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കോമൺ സെൻസ് അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവത്തിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് എന്ന് ഇപ്പോൾ നമ്മൾ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങളെ കോമൺ സെൻസ് തെറ്റി. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഈ രണ്ട് അടിസ്ഥാന രണ്ട് ഇഷ്ടിക കഷ്ണത്തിൽ ചവിട്ടി നിന്നിട്ട് വേണം, ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതുമ്മ കാലുറപ്പിച്ച് നിർത്തിയിട്ട് വേണം നിങ്ങൾ നേരത്തെ പറഞ്ഞ ചിന്താ പരീക്ഷണങ്ങളിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ഖുർആനിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ സൃഷ്ടാവുണ്ട് എന്ന് സങ്കല്പിക്കുകയും ആ സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് ബോധ്യപ്പെടാനുള്ള അത്രയും അളവിൽ വളരെ ശ്രദ്ധാപൂർവം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോകാത്ത തരത്തിൽ കോമൺ സെൻസ് ഉപയോഗിക്കുകയും വൺസ് അള്ളാഹു ആണ് ഈ സൃഷ്ടാവ് എന്നതിലേക്ക് നിങ്ങളെ കോമൺ സെൻസ് വെച്ച് നിങ്ങൾ എങ്ങനെയെങ്കിലും എത്തിപ്പെടുകയും അവിടെ കോമൺ സെൻസ് സീൽ ചെയ്യുകയും ചെയ്യാം. പിന്നെ ഉപയോഗിക്കരുത്. എന്ത് ചെയ്യരുത്? പിന്നെ കോമൺ സെൻസ് ഉപയോഗിക്കരുത്. അങ്ങനെ അള്ളാഹു ഉണ്ടെന്നും അള്ളാഹു പ്രവാചകനെ പറഞ്ഞയച്ചിട്ടുണ്ടെന്നും ആ പ്രവാചകൻ നമുക്ക് നന്മയും തിന്മയും, അതായത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള മാർഗനിർദ്ദേശവുമായി വന്നതാണെന്നും മാതൃക കാണിക്കാൻ വന്നതാണെന്നുള്ള വിശ്വാസം അവിടെ ദൃഢപ്പെടും. അങ്ങനെ ദൃഢപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് ശാസ്ത്രത്തെ പോലും തള്ളുന്നതിന് തുല്യമായിട്ടുള്ളൊരു മാനസികാവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെക്കണം. കോമൺ സെൻസ് ഓഫ് ചെയ്തിട്ടില്ലെങ്കിലാണ് സകല കുലുമാലും ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെച്ച ആളുകളുടെ വീക്ഷണത്തിൽ അവർ മറ്റുള്ളവരെ കാണുന്ന രീതി എന്താണ്, അവരെങ്ങനെയാണ് ലോകത്തെ കാണുന്നത്, അവരെങ്ങനെയാണ് ചുറ്റിനുള്ള കാര്യങ്ങളെ വിലയിരുത്തുന്നത്, കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ ആ സ്റ്റെപ്പ് കവർ ചെയ്ത് കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെച്ച അബ്ദുള്ള ബാസൽ ഉസ്താദ് എല്ലാവരോടും ഇങ്ങനെ കോമൺ സെൻസ് ഇത്ര ഉപയോഗിക്കാൻ പാടുള്ളൂ, ഈ പാകത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ലോകവീക്ഷണം മുന്നിലിരിക്കുന്ന പുതിയ തലമുറയിലുള്ള ചിന്തിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടാം, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ പഠിക്കുന്ന ഈ പറയപ്പെടുന്ന ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ അദ്ദേഹം ഈ കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ള ലോകവീക്ഷണം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതിന് നമ്മളെ നെഞ്ചത്ത് കയറുക, അതായത് സ്വതന്ത്ര ചിന്തകർ എന്ന് അവകാശപ്പെടുന്ന, യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്ന, ഇസ്ലാം മതം ഇല്ലാത്ത ജീവിക്കാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുടെ നെഞ്ചത്ത് കയറി നിന്നിട്ട് അബ്ദുള്ള അബ്ബാസിൽ കോമൺ സെൻസ് അഴിച്ചു വെച്ചിട്ടുള്ള ഒരു ചിന്താ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. നല്ലോണം പിടിച്ചിരുന്നോളി. ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ എങ്ങനെയാണ് ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് ചിന്തിക്കുന്നത്? നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുന്നു, അവിടെ ഒരാൾ വിശന്നിരിക്കുന്നു, അയാൾ ശരിക്കും ആ ഭക്ഷണം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് വിശപ്പുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. ആ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തിന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായിച്ച് അദ്ദേഹത്തിന് വിശപ്പ് മാറ്റാൻ സഹായിക്കണോ വേണ്ടേ എന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? ഇത് ഞങ്ങളോട് ചോദിക്കുകയാണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും? നിങ്ങൾ നേരെ തിരിച്ച് ഓടി വന്ന് മദ്രസത്തെ പുസ്തകം പരതി അല്ലെങ്കിൽ സ്കൂളത്തെ പുസ്തകം പരതി അതിലങ്ങനെ അതിനെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ടാണോ അല്ലയോ? ഒരാൾ അപകടം പറ്റി ആശുപത്രി വഴി കിടക്കുന്നു, അയാളെ എടുത്ത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ട ചികിത്സ കൊടുക്കണം, ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി തയ്യാറാവുന്നത് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ്? ഇനി അതൊന്നും കേട്ടിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യന് അപകടം പറ്റി, നമ്മളെ കുടുംബത്തിലോ ബന്ധത്തിലുള്ള ആരെങ്കിലും ഒരാൾക്കാർ അപകടം പറ്റി അല്ലെങ്കിൽ ഒരു അവയവ മാറ്റം, ഒരു കിഡ്നിയോ അല്ലെങ്കിൽ കരളിൻ്റെ ഭാഗമോ ഒക്കെ ആവശ്യമായി വരുന്ന ഒരു സാഹചര്യത്തിൽ അത് നമ്മൾ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ 3 ചോദ്യം ഞങ്ങൾ മുമ്പിൽ വെക്കുന്നു. നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിക്കോ. നമ്മൾ അബ്ദുള്ള അബ്ബാസിൻ്റെ ചിന്താ പരീക്ഷണങ്ങളിലൂടെ പോവുകയാണ്. നന്മ തിന്മകൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നാണ് ഒരു യുക്തിവാദി സുഹൃത്തിൻ്റെ ചോദ്യം. വിശ്വാസിയായ വിസ്ഡം ഗ്രൂപ്പിലെ ഒരാൾക്ക് അയച്ചു കൊടുത്തിട്ട് ആ വിസ്ഡം ഗ്രൂപ്പുകാരൻ ചെന്നിട്ട് അബ്ദുള്ള അബ്ബാസിലിനോട് ചോദ്യം ചോദിക്കുക. നല്ലോണം ആലോചിക്കണം. അബ്ദുള്ള അബ്ബാസിലിനോട് ചോദ്യം ചോദിക്കാൻ വേണ്ടി വിസ്ഡം മുജാഹിദ് വിഭാഗത്തിലെ ഒരു പ്രവർത്തകന്റെ കയ്യിൽ വശം ചോദ്യം കൊടുത്തയച്ച ഒരു യുക്തിവാദി. ഒന്ന് ആലോചിച്ച് നോക്കണം അയാളുടെ യുക്തിയുടെ ഒരു ഊക്ക്. എന്തായാലും ആയിക്കോട്ടെ, ആ ചോദ്യം അതിൻ്റെ ഉത്തരവാണ്. ആ ചോദ്യം നിങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി കൊണ്ടെന്നാണോ എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിക്കരുത്. നമുക്ക് എന്തായാലും ആ ചോദ്യം ഉത്തരം ഒന്ന് കേൾക്കാം. എൻ്റെ ഒരു യുക്തിവാദി സുഹൃത്തിൽ നിന്ന് ചോദിച്ച് കിട്ടിയ 2 ചോദ്യങ്ങളാണ്.
ഞാനിവിടെ ചോദിക്കുന്നത്. ഒന്ന്, ബോധ്യത്തിനനുസരിച്ച് നന്മകൾ ചെയ്ത് ജീവിച്ചാൽ സ്വർഗം എന്നൊന്ന് ഉണ്ടെങ്കിൽ അത് ലഭിക്കും, അതിന് മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ, ശ്രദ്ധിച്ചേക്കണം, യുക്തിവാദിയുടെ ചോദ്യമാണ്. സ്വർഗം എന്നൊന്നുണ്ടെങ്കിൽ അത് നന്മ ചെയ്ത് ജീവിച്ചാൽ കിട്ടൂലേ എന്നാണ് ചോദ്യം. യുക്തിവാദിയുടെ ചോദ്യമാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യുക്തിവാദിയുടെ ചോദ്യം തന്നെയാണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. ഒരു മുന്നറിയിപ്പുണ്ട്, ഈ വീഡിയോ കഴിയുന്നവരെ നിങ്ങൾ കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെക്കണം ദയവീതിട്ട്. എന്നാലേ മാത്രമേ നിങ്ങൾക്ക് ഉസ്താദ് ഈ വിഷയത്തിൽ പറഞ്ഞു തരുന്ന കാര്യം മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങൾക്ക് അറിയാം എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കരുത്. നിങ്ങൾ കോമൺ സെൻസ് ഓഫ് ചെയ്യുക. കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉസ്താദുമാർ സത്യം പറയും, ഉസ്താദുമാർ പറയുന്നതാണ് സത്യം എന്ന ഒരു ബോധ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മനസ്സിലായോ? അപ്പം മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇനി മനസ്സിലാവുള്ളൂ. അബ്ദുൽ അബ്ബാസ് ഉസ്താദൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അങ്ങനെ വേണം. അപ്പോൾ ഈ ചോദ്യം കേട്ടിട്ട് ആർക്കെങ്കിലും ഇത് യഥാർത്ഥ യുക്തിവാദിയാണോ എന്ന് സംശയം തോന്നിയാൽ അവർ കോമൺ സെൻസ് ഉപയോഗിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഫൗളാണ്, അങ്ങനെ ചെയ്യരുത്. ബോധ്യത്തിനനുസരിച്ച് നന്മകൾ ചെയ്താൽ പോരെ, അതിന് മതത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താ ഈ നന്മ? അതായത് മതമില്ലാത്ത അവസ്ഥയിൽ ഒരു യുക്തിവാദിയാണ് ചോദിക്കുന്നത്, യുക്തിവാദിക്ക് എന്താ ഈ ആദ്യം നന്മ ചെയ്ത് ജീവിച്ചാ പോരെ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം. ആദ്യം നന്മ എന്താണെന്ന് അറിയണ്ടേ? നന്മ എന്താണെന്ന് അറിയണ്ടേ? നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി, എന്താ നന്മ? നന്മ തിന്മ എന്ന് പറയുന്ന സങ്കല്പത്തിനപ്പുറത്തേക്ക് എന്താണ് ഗുഡ്, എന്താണ് ബാഡ്, എന്താണ് നല്ലത്, എന്താണ് മോശം എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സംവിധാനമൊന്നുമല്ല. നന്മയും തിന്മയും അല്ലെങ്കിൽ നല്ലതും ചീത്തയും അതിനിടയിലുള്ളതും ന്യൂട്രലായിട്ടുള്ളതൊക്കെ ഉള്ളതാണ് ലോകം. ഇസ്ലാമിലും ഈ പറയുന്ന പോലെ ഹറാമും ഫർളും മാത്രമല്ല ഉള്ളത്, കറാഹത്തും ഹലാലും ഒക്കെ ഉണ്ട്. അത് ബാസിൽ ഉസ്താദിനെ അറിയായിട്ടല്ല, പക്ഷെ ബാസിൽ ഉസ്താദ് ഈ ചിന്താ പരീക്ഷണത്തിൽ ഹലാലും അല്ലെങ്കിൽ ഹറാമും, ഹലാലും ഹറാമല്ല, ഫറലും ഹറാമും അല്ലെങ്കിൽ സുന്നത്തും ഹറാമും ഇങ്ങനെ വെച്ചിക്കണം. നന്മയുടെ ഭാഗത്ത് 2 തിന്മയുടെ ഭാഗത്ത് 1. കറാഹത്തും ഹലാലും ഞങ്ങളിപ്പോൾ തൽക്കാലം എടുത്തിട്ടില്ല. ഓക്കെ, ശരി. എന്താണ് ഈ നന്മ? എന്താണ് നന്മ? അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ കഴിയുമ്പോൾ മനസ്സിലാവും. ഇന്ന് ഉസ്താദിൻ്റെ ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് ഈ നന്മ? യുക്തിവാദിക്ക് എന്താണ് നന്മ? ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആൾക്ക്, ഇസ്ലാം അംഗീകരിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നന്മയും തിന്മയും മനസ്സിലാവുക? അതിന് ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. മുഹമ്മദ് നബി എത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് നന്മയും തിന്മയും പഠിപ്പിച്ചു കൊടുത്തതെന്ന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയോ, മുഹമ്മദ് നബി വന്നിട്ടാണ് മലമൂത്ര വിസർജനം ചെയ്താൽ കഴുകണം എന്ന് പഠിപ്പിച്ചു, വൃത്തിയാക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. ഇസ്ലാം നന്മയായിട്ട് പറഞ്ഞു കൊടുത്ത കാര്യമാണ് വൃത്തി. അതുവരെ മനുഷ്യന്മാർക്ക് വൃത്തി അറിയില്ലായിരുന്നു. അതായത് അപ്പിയിട്ടാൽ കഴുകണം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആരാ നിങ്ങൾക്കറിയോ? ഈ മുഹമ്മദ് നബി വന്നിട്ടാ. നിങ്ങൾക്ക് സംശയം ഉണ്ടോ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേ. ഈ അപ്പി മോശമാണെന്നും അപ്പിയിട്ട കഴുകണം എന്നും നിങ്ങളെ യുക്തി വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? അതിന്റെ കാരണം പറയേ. മുഹമ്മദ് നബി വന്നിട്ടാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്ത്? അപ്പിട്ട കഴുകണം. കളിച്ച കളിയത്. ഇനി അപ്പിട്ട കഴുകേണ്ട കുണം ഫിഖ്ഹ് സുന്നയിലും ഫത്വയിൽ മുയിലൊക്കെ കർമ്മശാസ്ത്ര വിധി. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ എളുപ്പമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. ഒരാൾ അപ്പിട്ടാൽ എങ്ങനെ കഴുകണം, എത്ര കഴുകണം, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, നിങ്ങളെ ബേസ് എന്താണ്, നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയും? നിങ്ങൾ പറയും. ഒരാൾ അപ്പിട്ടു, അത് കഴുകി വൃത്തിയാക്കണം എന്നിപ്പോൾ ഇസ്ലാം പഠിപ്പിച്ചു തന്നു. ഇസ്ലാം വരുന്നതിന് മുമ്പ് അത് കഴുകണം എന്ന് മൃഗങ്ങളൊക്കെ കഴുകുന്നുണ്ടോ? അപ്പിട്ട കഴുകണം എന്ന് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ്? അത് ചെയ്യണമെന്നും അത് നല്ലതാണെന്നും അത് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് എന്നും നോക്കി നിങ്ങൾ ഏത് കൈകൊണ്ട് കഴുകണം എന്ന് വരെ മുത്തനബി പഠിപ്പിച്ചെന്ന്. അതിൻ്റെ സൂക്ഷ്മതകൾ നോക്കണം. ഞാൻ അതിന് തെളിവ് തരാം. അന്നത്തെ ആൾക്കാർക്ക് ഇതൊന്നും ഒരു വലിയ ബോധം ഉണ്ടായിരുന്നില്ല എന്നുള്ള തെളിവ് തരാം. മുഹമ്മദ് നബി വെളിക്കിരിക്കാൻ പോകുമ്പോൾ പിന്നാലെ ആൾക്കാർ പോകും. 2-3 ഉദ്ദേശത്തിലാണ് ആൾക്കാർ പോകുന്നത്. ഒന്ന്, ആ മലത്തിൻ്റെ ഒരംശമെങ്കിലും കണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട് അതിൽ ബർക്കത്തെടുക്കാൻ വേണ്ടി പോയിരുന്ന ആൾക്കാരുണ്ട്. ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ കൊണ്ടുവരണേ, നമുക്ക് ശരിയാക്കാം. അപ്പം ഓടിച്ചെല്ലുമ്പോഴത്തേന് മുഹമ്മദ് നബി മനോരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റുണ്ട്, അതായത് വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടുണ്ടാവും. അപ്പം ചെന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ല.
എത്രയോ നേരം കുത്തിയിരുന്ന് കാര്യം സാധിച്ച് മുത്തുനബി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ആ ഭൂമി അതിനെ വിഴുങ്ങും. വെറുതെ പറഞ്ഞതൊക്കെ ഹദീസിലുള്ളതാണ്. അപ്പോ ഇങ്ങനെ വെളുക്കിരിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മുഹമ്മദ് നബിന്റെ കൂടെ ചില ആൾക്കാർ ചില കമ്പിലോ ചിലപ്പോൾ ചെറിയൊരു തുകൽ പാത്രത്തിലോ കുറച്ച് വെള്ളം കൊണ്ടേ കൊടുക്കും. ഈ മരുഭൂമിയാണല്ലോ, എപ്പോഴും ഇത് വെള്ളം കിട്ടൂല. വെള്ളം കിട്ടാത്ത സമയത്ത് മുഹമ്മദ് നബിക്ക് ഒരു 3 കല്ലാണ് വേണ്ടത്. എന്തിന്? അപ്പിട്ടിട്ട് വൃത്തിയാക്കാൻ 3 കല്ലാണ് വേണ്ടത്. നോക്കൂ, ഇത് മരുഭൂമിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ സംഗതി ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പിട്ട കഴുകണം എന്ന ഒരു അറിവ്, അത് ചെയ്യൽ നല്ലതാണ്, ചെയ്യാതിരിക്കൽ മോശമാണെന്ന് നമുക്ക് എങ്ങനെ അറിയും? മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളം കിട്ടാത്ത സമയത്ത് എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അത് പഠിപ്പിച്ചു കൊടുത്തു. അതിന് പറഞ്ഞു 3 കല്ല് എടുത്തിട്ട് ആ ഭാഗത്ത് തടവി ശരിയാക്കാം. ഇനി വെള്ളം കൊണ്ടാണ് നിങ്ങൾ കഴുകുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, മദ്രസയിൽ പോയിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, മണമോ രുചിയോ നിറമോ ഇതിൽ 2 നീങ്ങുന്നത് വരെ കഴുകലാണ് ഉത്തമം. അപ്പോഴേ വൃത്തിയാവുള്ളൂ. ഇപ്പം നിങ്ങൾ അപ്പിയിട്ടു, കഴുകി, ഇത് വൃത്തിയായോ ഇല്ലെന്ന് എങ്ങനെ നിങ്ങൾക്കറിയാം? അതിനുള്ള സൂത്രം മദ്രസയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഫത്തുൽ മുഈനിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ചെറിയ കാര്യമാണ് ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നന്മ തിന്മ മതം പഠിപ്പിക്കുന്ന ഒരു കോലം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. മണമോ രുചിയോ നിറമോ ഇതിൽ 2 നീങ്ങിയാൽ ശുദ്ധിയായി. 1 ബാക്കിയാൽ കുഴപ്പമില്ല, 3 പോയാൽ ഉത്തമം, 2 നീങ്ങിയാൽ ശുദ്ധിയായി. ഇങ്ങനെയാണ് കണക്ക്. നിങ്ങളുണ്ട് പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ വന്നോളി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പറഞ്ഞു വന്നത്, ഈ കോലത്തിൽ വൃത്തിയാക്കണം എന്ന് നന്മ പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന മുഹമ്മദ് നബി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. മരുഭൂമിയിൽ വെളുക്കിരിക്കുമ്പോൾ അവിടെ എവിടെയായിരുന്നു വെളുക്കിരിക്കലും മറവെന്നൊന്നും എനിക്കറിയില്ല, പോട്ടെ, പല മരത്തിൻ്റെ തണലിലോ അല്ലെങ്കിൽ ഈന്തപ്പനൻ്റെ മറവിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ അനുചരന്മാർ വെള്ളമൊക്കെ ആയിട്ട് പിന്നാലെ ചെല്ലുക ചെയ്യാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ വെള്ളം കിട്ടിയില്ലെങ്കിൽ കല്ല് കേട്ടോ, വെള്ളം കിട്ടിയില്ലെങ്കിൽ പിന്നെ കല്ല് വെച്ച് പതിയെ വൃത്തിയാക്കുക. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണമോ നിറമോ രുചിയോ ഉണ്ടോ നോക്കണം. ഇതൊക്കെ എങ്ങനെയാണ് നോക്കുക? എനിക്കതൊക്കെ മുത്തനബി പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് കയ്യിൽ മണമോ നിറമോ എന്തോ കിട്ടി നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പം ഇതെന്ത് ചെയ്യണം? മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മണലിൽ ഉരച്ച് മണ്ണ് കൊണ്ട് വൃത്തിയാക്കണം. തുടച്ച് നല്ല മണ്ണിലൊക്കെ തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കണം. എങ്ങനെയുണ്ട്? ഇത് നന്മയും തിന്മയും പഠിപ്പിച്ചു തരാൻ. ചില ആൾക്കാർക്ക് ഇത് അറപ്പ് വന്നിട്ടുണ്ടാവും. അറപ്പ് വന്നിട്ട് കാര്യമില്ല, കാരണം അത് വൃത്തിൻ്റെ കാര്യമാണ്, കളിച്ച കളിയല്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. അപ്പം ഇങ്ങനെയാണ് പറഞ്ഞു വന്നത്. എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ വകതിരിവുണ്ടായിരുന്നില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. ഒരു ദിവസം ഇങ്ങനെ 3 കല്ല് കൊണ്ടുവരാൻ സഹാബിനോട് ആവശ്യപ്പെട്ടു. സഹാബി കല്ല് പെറുക്കാൻ പോയി. കല്ല് പെറുക്കി മരുഭൂമിയിൽ എവിടെ കിടക്കുന്ന കല്ല് പെറുക്കാൻ നോക്കിയപ്പോൾ 2 കല്ല് കിട്ടി. പിന്നെ കിട്ടിയത് ഉണങ്ങിയ ഒരു ഒട്ടകത്തിൻ്റെ കാഷ്ടത്തിൻ്റെ കട്ടയാണ്. ഒട്ടകക്കാഷ്ടം ഉണങ്ങി ഒരു കല്ല് പോലെ ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ മുഹമ്മദ് നബിൻ്റെ അടുത്ത് പറഞ്ഞു, നബിയെ, നിങ്ങൾക്കിപ്പോൾ അത് 3 വേണമല്ലോ, 2 കല്ലേ കിട്ടിയുള്ളൂ, ഒരു കാഷ്ടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലേ എന്ന് ചോദിച്ചിട്ട് അനുയായി മുഹമ്മദ് കാഷ്ടിച്ചത് വൃത്തിയാക്കാൻ വേണ്ടി ഒട്ടകത്തിൻ്റെ കാഷ്ടം കൊണ്ടേ കൊടുത്തു. അപ്പം മുഹമ്മദ് നബി ഇങ്ങനെ നോക്കിയിട്ട്, ഒട്ടകത്തിൻ്റെ കാഷ്ടം പറ്റൂല, അത് നജസാണ് എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ബാക്കി 2 കല്ലുകൊണ്ട് കാര്യം സാധിച്ചു. നോക്കൂ, അവിടെ മനുഷ്യരാശിക്കാകെ വിലപ്പെട്ട ഒരു നന്മ പറഞ്ഞു കൊടുക്കുകയായിരുന്നു മുഹമ്മദ് നബി. എന്താ? മനോഹരം ചെയ്യാൻ, അതായത് മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയാക്കാൻ ഒട്ടകത്തിൻ്റെ കാഷ്ടം ഉണങ്ങിയത് ഉപയോഗിക്കാമോ ഇല്ലയോ? അതിന് ഒരു വിലപ്പെട്ട അറിവ് അവിടെ കിട്ടി. എന്ത് കിട്ടി? ഒട്ടകത്തിൻ്റെ കാഷ്ടം ഉണങ്ങിയാലും വൃത്തിയാക്കാൻ പറ്റൂല, കാരണം അത് നജസാകുന്നു എന്ന് നബി പറഞ്ഞു. ആ ഒട്ടകത്തിൻ്റെ കാഷ്ടത്തിൻ്റെ കട്ട വലിച്ചെറിഞ്ഞു. ബാക്കി 2 കല്ലുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുഹമ്മദ് നബി മനോഹരം ചെയ്തു, എഴുന്നേറ്റു എന്നാണ് കഥ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത്രയും സൂക്ഷ്മമായിട്ടാണ് ഇസ്ലാം എന്ത് ചെയ്യണം ചെയ്യണ്ട, എത്ര ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, മുഹമ്മദ് നബി ആ 3 കട്ട ഉണക്ക കാഷ്ടം കൊണ്ടു കൊടുക്കുകയും അത് മുഹമ്മദ് നബി അത് പറ്റൂല എന്ന് പറഞ്ഞ് ദൂരെ കളയുന്നത് സഹാബിമാർ കാണുകയും ചെയ്തത് കൊണ്ടല്ലേ സുഹൃത്തുക്കളെ? മനോഹരം ചെയ്യാൻ മീൻസ് എന്താ പറയുക,
ഇത് നമ്മൾ മനോഹരം ചെയ്യാന്ന് എന്തായാലും പറയും, ഫത്വൽ മുയിനിലെ ഭാഷയാണ് കേട്ടോ. അത് ചെയ്യാൻ വേണ്ടി കാഷ്ടം ഉണങ്ങിയാൽ അത് മനുഷ്യൻ്റേതാണെങ്കിലും ഉപയോഗിക്കാൻ പാടില്ല എന്ന അറിവ് നമുക്ക് എവിടുന്ന് കിട്ടി? മുഹമ്മദ് നബിയുടെ ഈ ഹദീസിൽ നിന്ന് കിട്ടി. വിലപ്പെട്ട അറിവുകൾ, നന്മ തിന്മകളുടെ കൂമ്പാരാണെന്ന് ഇവിടെ. അപ്പോൾ ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഇത്രയും സൂക്ഷ്മമായിട്ട് നന്മ തിന്മ പഠിപ്പിച്ചു കൊടുക്കാൻ വന്ന മുഹമ്മദ് നബി. ഇനി നിങ്ങൾ പറയും, എങ്ങനെ ഇത് മനസ്സിലാവും? യുക്തിവാദിക്ക് എങ്ങനെ മനസ്സിലാവും? അപ്പിട്ട കഴുകണം എന്ന് യുക്തിവാദി എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും? കാരണം മക്കയിലെ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ആൾക്കാർ മുഹമ്മദ് നബി വരെ വരുന്നത് വരെ ഇത് ചെയ്തിരിക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു കൊടുത്തിട്ടത് മുഹമ്മദ് നബിക്ക് 40 വയസ്സിന് ശേഷമാണ്. അതുവരെ മുഹമ്മദ് നബി എങ്ങനെ ജീവിച്ചു എന്ന് നിങ്ങൾ ആലോചിക്കരുത്. അവിടെ നിങ്ങൾ യുക്തി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കോമൺ സെൻസ് വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ പ്രവർത്തിപ്പിക്കുന്ന യന്ത്രം ഓഫാക്കണം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞു തന്നതാണ് നന്മ തിന്മയുടെ ആധാരം എന്ന് വാശി പിടിച്ച് വലിയമാർ പറയുമ്പോൾ അത് നിങ്ങൾ വിഴുങ്ങുക എന്നതിനപ്പുറത്തേക്ക് അല്ലപ്പോൾ ഇത് മുഹമ്മദ് നബിക്ക് ഖുർആൻ കിട്ടിയത് 40 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ? അപ്പോഴത്തേക്ക് മുഹമ്മദ് നബിക്ക് ഉണ്ടാകാവുന്ന കുട്ടികളുണ്ടായി, കല്യാണം കഴിഞ്ഞ് കച്ചവടം കഴിഞ്ഞ് അത്യാവശ്യം പ്രായമൊക്കെ ആയിരുന്നില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടാവാം. അവിടെ നിങ്ങൾ കോമൺ സെൻസ് ഓഫ് ചെയ്തെടുത്ത് എന്തോ പ്രശ്നമുണ്ട്. അതൊന്നുകൂടി സൂക്ഷിച്ച് നല്ലോണം ഓഫ് ചെയ്ത് വെക്കാം. മുഹമ്മദ് നബി വന്നില്ലായിരുന്നെങ്കിൽ, ഖുർആൻ തന്നില്ലായിരുന്നെങ്കിൽ, ഖുർആൻ ലോകത്തുണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ, മുഹമ്മദ് നബി നമുക്ക് മാതൃക കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പലരും ഇന്ന് ഒട്ടകം കാഷ്ടം ഉണങ്ങിയത് വെച്ച് അപ്പി വൃത്തിയാക്കും. വൃത്തിയാക്കന്നല്ല, വൃത്തിയാക്കണം എന്ന് നബിയല്ലേ പഠിപ്പിച്ചത്, അതിൻ്റെ മുമ്പില്ലല്ലോ അപ്പം അത്. അപ്പോൾ ബാസിൽക്കാക്ക് സംശയം മാറിയിട്ടുണ്ടെന്ന് വിചാരിക്കണു. ഇനിയും വലിയ വലിയ നന്മ തിന്മകൾ മുഹമ്മദ് നബി പഠിപ്പിച്ചെന്നൊക്കെ നമുക്കുണ്ട്. ബാസിലിനെ ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ ക്ഷണിക്കാമെന്ന് വിചാരിച്ചാണ്. ഒന്ന് ഇപ്പം തന്നെ പറഞ്ഞു വെക്കുകയാണ്. അടിമത്തം ഇസ്ലാമിലും ആധുനികതയിലും എന്നത് പറഞ്ഞതുപോലെ നല്ലതും ചീത്തയും, ഗുഡ് ആൻഡ് ബാഡ്, എങ്ങനെയാണ് നല്ലതും ചീത്തയും യുക്തിവാദികൾ തിരിച്ചറിയുന്നത്? ആധുനികതയിലും ഇസ്ലാമിലും നന്മ തിന്മയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ നന്മ തിന്മകൾ എന്താണ്? ഈ വിഷയത്തിൽ സംവാദത്തിന് ഞാൻ തയ്യാറാണ്. അബ്ദുള്ള ബാസിൽ തയ്യാറുണ്ടെങ്കിൽ വരണം. പബ്ലിക്കാണ്, ഓൺലൈൻ അല്ല, നിങ്ങളെ സ്റ്റുഡിയോൻ്റെ അകത്തല്ല, പബ്ലിക് വേദിയിലേക്ക് അബ്ദുള്ള ബാസിലിന് ആർജവമുണ്ടെങ്കിൽ കടന്നു വരാം. ഈ വിഷയം അബ്ദുള്ള ബാസിൽ എടുക്കുന്ന ഏത് വിഷയവും ഇസ്ലാമിലും ആധുനികതയിലും എന്ന ഒരു ടാഗ് ലൈനിൽ നമുക്ക് ചർച്ച ചെയ്യാം, സംവദിക്കാം. അബ്ദുള്ള ബാസിലിനെ സ്റ്റേജിൽ കിട്ടുന്നത് വരെ ഞാൻ എൻ്റെ ഒറ്റക്കാലിൽ തപസ് തുടരുക തന്നെ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെയാണ് യുക്തിവാദികൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയും? ഒരു ഉദാഹരണം കേട്ടോളി. ആ പടച്ചവൻ അവന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അവന്റെ കഴിവിന് പരിധിയില്ല, പരിമിതിയില്ല. പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചിന്താ പരീക്ഷണങ്ങളിലൂടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമ്മൾ അള്ളാഹുവിലെത്തുകയും അള്ളാഹു ഉണ്ടെന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഗ്രന്ഥം കൊടുക്കുകയും നിയമം കൊടുക്കുകയും മുഹമ്മദ് നബി അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലെത്തി നിങ്ങൾ കോമൺ സെൻസ് ഓഫ് ചെയ്യണം എന്നാണ് ഈ പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിനെ പഠിക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. കുല്ലു ഷൈഇൻ ഖദീറാണ്. എന്തിനും പോന്ന അള്ളാഹു എന്നൊരു പ്രശ്നം അല്ലെങ്കിൽ എന്നൊരു ചിത്രം നിങ്ങൾ അള്ളാഹുവിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രത്തെ പോലും തള്ളുന്നതിന് തുല്യമാണ്. അബ്ദുള്ള ബാസിൽ എന്തുകൊണ്ടാണ് ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്നും അബ്ദുള്ള ബാസിൽ വലിയ കാര്യമായിട്ട് എങ്ങനെയാണ് നല്ലതും ചീത്തയും മതമില്ലാത്തവർക്ക്, മുസ്ലിം അല്ലാത്തവർക്ക് എങ്ങനെ മനസ്സിലാകും, ദൈവത്തിൽ നിന്നുള്ള അറിവ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് മനുഷ്യർക്ക് നല്ലതും ചീത്തയും മനസ്സിലാവുക എന്നറിയാതെ അന്തം വിട്ടിരിക്കുന്നതിന്റെ കാരണം ഈ ചിന്തയിലെത്തി കോമൺ സെൻസ് ഓഫ് ചെയ്തിട്ടാണ് അബ്ദുള്ള ബാസിൽ കട തുറക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ക്ലിനിക്ക് തുറക്കാൻ പോകുന്നതും പ്രസംഗിക്കാൻ പോകുന്നതും. മുന്നിലിരിക്കുന്ന കുട്ടികൾ കോമൺ സെൻസ് ഓഫ് ചെയ്തവരും ഓഫ് ചെയ്യാത്തവരുണ്ടാവും. ഓഫ് ചെയ്യാത്തവർ രക്ഷപ്പെട്ടവർ, അവർക്ക് ഈ തരം കോമൺ സെൻസ് ഓഫ് ചെയ്ത പ്രസംഗം കേൾക്കുമ്പോൾ പുറത്തേക്കുള്ള വഴി എളുപ്പമാകും. ഓഫ് ചെയ്തു വെച്ചവർ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് പറയും, അല്ലെങ്കിൽ സുബ്ഹാൻ അല്ലാ അൽഹംദുലില്ലാ എന്ന് പറയും, അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. കോമൺ സെൻസ് ഉപയോഗിക്കണം. കോമൺ സെൻസ് മനുഷ്യന് ഉപയോഗിക്കാനുള്ളതാണ്, അത് ഉള്ളതാണ്. കോമൺ സെൻസ് ഉപയോഗിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ആശ്വാസം കിട്ടും എന്നുള്ളതാണ്.
ഇനി കോമൺ സെൻസ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നും കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോഴാണ് നല്ലതും ചീത്തയൊക്കെ മനസ്സിലാവുക എന്നും യുക്തിവാദികൾ നല്ലതും ചീത്തയും ഒക്കെ തിരിച്ചറിയാൻ കഴിവുള്ളവരും കെൽപ്പുള്ളവരുമാണ് എന്ന് യുക്തിവാദികൾ തന്നെ പറയാറുണ്ട് എന്ന് അബ്ദുൽ അബ്ബാസിൽ അവസാനം സമ്മതിക്കും. അത് വേറെ ഒരു ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ പിന്നെ കുത്തിപ്പൊക്കിയാലേ ശരിയാവുള്ളൂ ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതും തന്നിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ അവിടെ ഒരു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളുണ്ട്, അയാൾക്ക് സാമ്പത്തികമായി പ്രയാസങ്ങളുണ്ട്, ഞാൻ അയാളെ സഹായിക്കുന്നു. നമ്മുടെയൊക്കെ ഒരു ചിന്തയിൽ അത് നന്മയാണ്. പക്ഷേ അത് നന്മയാണ് എന്നുള്ളതിനൊരു യുക്തിവാദിക്ക് എന്താ അടിസ്ഥാനം? ആ യുക്തിവാദിക്ക് എന്താണ് അടിസ്ഥാനം എന്നല്ല, ഒരു മനുഷ്യൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരാളിങ്ങനെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ വീണ് കിടക്കുന്നു, അയാളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കണം. അയാൾ ഒരു ആപത്തിൽപ്പെടുന്നു, അയാളെ സഹായിക്കണം. ഒരാവശ്യം ഉണ്ടാവുന്നു, അയാൾക്ക് സപ്പോർട്ട് ചെയ്യണം എന്നതിന് യുക്തിവാദിക്ക് എന്താ അടിസ്ഥാനം എന്നാണ് ചോദിക്കുന്നത്. മനുഷ്യൻ എന്താണ് അടിസ്ഥാനം? മനുഷ്യനാണ് എന്നുള്ളതാണ് അടിസ്ഥാനം. മനുഷ്യന്റെ വൈകാരികമായിട്ടുള്ള, ജന്മസിദ്ധമായിട്ടുള്ള, ജനിതകപരമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകൾ കൊണ്ട് നമുക്ക് സഹാനുഭൂതി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, എംപതി എന്നൊരു സാധനമുണ്ട്. ഈ എംപതി വർക്ക് ചെയ്യുന്നവൻ അവൻ മനുഷ്യനാണെങ്കിലും അല്ല വേറെ ഏതെങ്കിലും മൃഗങ്ങളിലാണെങ്കിലും ഈ സഹാനുഭൂതിയും വാത്സല്യവും സ്നേഹവും കരുണയും തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുണ്ട് എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമൺ സെൻസ് ഓൺ ചെയ്ത് വെക്കണം. കോമൺ സെൻസ് ഓൺ ചെയ്താൽ മാത്രം. ഉസ്താദ് പറയണ കേട്ടാൽ തോന്നും മുസ്ലിങ്ങൾ പൊടിക്കെങ്കിലും ഒരു മുസ്ലിം ഉള്ളിടത്ത് ഒരു മനുഷ്യനും ദുരിതം അനുഭവിക്കുന്നില്ല, ഒരു മനുഷ്യനും പ്രയാസം അനുഭവിക്കുന്നില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യൻ ഇത് നല്ലതാണ് എന്ന് ചിന്തിക്കുന്നത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലോചിക്കാം. ഒരാൾ അപകടം പറ്റി കിടക്കുന്നത്, അയാളെ പിടിച്ചു എഴുന്നേൽപ്പിക്കണോ വേണ്ടേ? നേരെ പിന്നാക്കം ഓടിയിട്ട് പള്ളിക്കത്തെ ഉസ്താദിനെ പോയി ചോദിച്ച്, അല്ല ഉസ്താദെ ഇങ്ങനെ അവിടെ ഒരാൾ ഇന്ന കോലത്തിൽ ഇരിക്കുന്നുണ്ട്, നമ്മൾ സഹായിക്കണോ വേണ്ടയോ? നിങ്ങൾ ഖുർആനിൽ അതിനെക്കുറിച്ച് എന്താ പറയണേ? നിങ്ങളത് ഹലാലാണോ ഹറാമാണോ, നന്മയാണോ തിന്മയാണോ എന്ന് പരിശോധിക്കുമോ? അതോ ആ മനുഷ്യന്റെ അപ്പോഴത്തെ വൈകാരികമായിട്ടുള്ള തോന്നലിനനുസരിച്ച് പ്രവർത്തിക്കുമോ? ഏതവിടെ വർക്ക് ചെയ്യുന്നത്? അവൻ വിശ്വാസി ആയിക്കോട്ടെ അവിശ്വാസി ആയിക്കോട്ടെ, ആ എമ്പതി അവിടെ വർക്ക് ചെയ്യുന്നിടത്ത് സഹാനുഭൂതിയുള്ള ഒരു മനുഷ്യൻ അവന്റെ മാനസികാവസ്ഥ കൂടി പരിഗണിച്ച് വിശ്വാസിയാണെങ്കിലും അല്ലെങ്കിലും സഹായം ആവശ്യപ്പെടുന്നവൻ, അഭ്യർത്ഥിക്കുന്നവന് സഹായം കൊടുക്കും. അതെന്തുകൊണ്ടാ? അതിന് മനുഷ്യനായ മതി, മനുഷ്യനായ മതി. മുസ്ലിം ആയതുകൊണ്ട് കാര്യമില്ല, യുക്തിവാദി ആയതുകൊണ്ട് കാര്യമില്ല. മനുഷ്യനുണ്ടാവേണ്ടുന്ന സാമാന്യമായിട്ടുള്ള വൈകാരികത ഉണ്ടായാൽ മതി. ഒരു മനുഷ്യൻ സഹായത്തിലാണ്, സഹായിക്കണോ വേണ്ടതെന്ന് അപ്പം മനസ്സിലാവും. കിതാബില്ലാത്ത പല ജീവികളും ബുദ്ധിയും വിവേകവും വകതിരിവും ഇല്ല എന്ന് ഇവർ വിചാരിക്കുന്ന, വിവേചന ബുദ്ധി മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്ന ഇവർ കണ്ണു തുറന്ന് കണ്ടാൽ, പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഇതൊന്നുമില്ലാതെ പടച്ചോൻ സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന പല മൃഗങ്ങളിലും അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന മറ്റു ജീവികളെ, സഹജീവികളെ, അത് തൻ്റെ ജനുസിൽപ്പെട്ട തൻ്റെ അതേ സ്പീഷീസ് പോലും ആയിക്കൊള്ളണമെന്നില്ല, അതിനോട് ദയ കാണിക്കുന്നതും കരുണ കാണിക്കുന്നതും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. വിശന്ന് വലഞ്ഞ് ഇര തേടി നടക്കുന്ന ഒരു സിംഹമോ പുലിയോ കടുവയോ തൻ്റെ മുമ്പിൽ ഒരു ഇരയായി വന്നു വീഴുന്നത് ഒരു പക്ഷെ ഒരു മാൻകിടാവ്, ചെറിയ ഒരു കുട്ടിയാണെങ്കിൽ, ചെറിയ ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ അതിനെ ഉപദ്രവിക്കാതെ അതിനെ ലാളിക്കുന്നതും അതിനെ ചേർത്ത് പിടിക്കുന്നതിനും അതിനെ സംരക്ഷണം ഒരുക്കുന്നതും നിങ്ങൾ വെറുതെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ വീഡിയോ കിട്ടും. കാട്ടിൽ നിന്നുള്ളത്, ഒരു പ്രവാചകനും എത്തി നോക്കിയിട്ടില്ലാത്ത, ഒരു ഗ്രന്ഥവും കൊടുത്തിട്ടില്ലാത്ത, അള്ളാഹു മനുഷ്യൻ്റെതിന് സമാനമായ വിവേചന ബുദ്ധി കൊടുത്തിട്ടില്ലാത്ത, അള്ളാഹു നന്മയും തിന്മയും പഠിപ്പിച്ചു കൊടുക്കാൻ കിതാബും ഏടും ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടില്ലാത്ത ജീവിവർഗങ്ങളിൽ പോലും സഹജമായ പ്രേരണകൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ദയ, കരുണ, സ്നേഹം, വാത്സല്യം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യന്റെ വൈകാരികമായിട്ടുള്ള ചോദനകളാണ് മനുഷ്യൻ നല്ലത് ചെയ്യുന്നതിൻ്റെയും ചീത്ത ചെയ്യുന്നതിൻ്റെയും കാരണം. അതിനെ എങ്ങനെയാണ് മനുഷ്യൻ സമൂഹത്തിന് വേണ്ടി അവൻ്റെ സ്വഭാവത്തെ അവൻ എങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത് എന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ മൂല്യം, ആ വ്യക്തിയുടെ ചിന്ത, ആ വ്യക്തിയുടെ കോമൺ സെൻസ്, ഈ വൈകാരികതയെ തൻ്റെ കോമൺ സെൻസ് വെച്ച് എങ്ങനെ പാകപ്പെടുത്തുന്നു എന്നതിനനുസരിച്ചാണ് കാര്യങ്ങളിരിക്കും. കോമൺ സെൻസ് ഇല്ലാത്തവന് യാതൊരു വൈകാരികതയും ഇല്ല, ഒരു വൈകാരികതയും ഇല്ല. അപ്പം അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ ഓഫ് ചെയ്ത് വെച്ച സാധനം ഓൺ ചെയ്ത് വെച്ചാൽ ഒക്കെ ശരിയാവും, ഒക്കെ മനസ്സിലാവും. ഇനിയിപ്പോൾ ഒരു പള്ളിയിൽ
ഇത് മനസ്സിലാവാൻ വേറെ ചിന്താ പരീക്ഷണം തരാം. ഒരാൾക്ക് ഇത് നന്മയാണെന്ന് കിതാബിൽ ഉണ്ടായാൽ മതിയോ? ഇയാൾക്ക് സഹായം കിട്ടുമോ? നമ്മളൊക്കെ പള്ളിയിൽ പോയിരുന്ന ആൾക്കാരാ. നമ്മൾ പള്ളിയിൽ പോകുന്ന സമയത്ത് അവിടെ പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾ അവിടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സഹായത്തിനോ വേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ ആവശ്യമായിട്ട് വരും, പള്ളി കമ്മിറ്റിയിൽ വരും. അപ്പോൾ ജുമുഅ തുടങ്ങുന്നതിന് മുൻപ് മതിലിൻ്റെ പുറത്ത് സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ആളുകൾ ചിലപ്പോൾ 2, 3, 4 പേരൊക്കെ ഉണ്ടാവും. പള്ളി കമ്മിറ്റി അവരുമായിട്ട് സംസാരിക്കും. അവരുമായിട്ട് സംസാരിച്ച് അനുവദിക്കാവുന്നവരാണെങ്കിൽ പള്ളിക്കകത്ത് കോമ്പൗണ്ടിലേക്കും, അല്ലാത്തവരെ മതിലിന് പുറത്തും നിർത്തും. എന്താ അവിടെ ഉപയോഗിക്കുന്നത്? എന്താ ഭാഷയിൽ ഉപയോഗിക്കുക? കോമൺ സെൻസ്. ആ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ആളുകൾ, കോമൺ സെൻസ് മാത്രമല്ല ചിലപ്പോൾ മതപരമായ ചിന്തയും ഉപയോഗിക്കും. ആ ആൾക്ക് കൊടുക്കണോ കൊടുക്കണ്ടേ അതൊക്കെ ആലോചിക്കും. അത് തീരുമാനിക്കുന്ന കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി അങ്ങനെ അപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പം മൊയ്ലിയാർ പ്രത്യേകം പറഞ്ഞിട്ട് ഇറങ്ങി വരുന്ന വാതിലിൻ്റെ അവിടെ വിരിച്ചിട്ട തോർത്തുമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടവലോ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ടാവും. പള്ളിക്കത്തെ ഉസ്താദ് വിളിച്ചു പറയും, ഇന്ന ആവശ്യത്തിന് വേണ്ടി ഇന്നൊരാൾ സഹായം അഭ്യർത്ഥിച്ചിട്ട് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിവ് പോലെ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൊടുക്കുമോ? എല്ലാവരും കൊടുക്കുമോ? ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന പേഴ്സിൽ പൈസയുള്ള എല്ലാവരും ഇത് നന്മയാണ് എന്നുള്ളത് കൊണ്ട് ബക്കറ്റ് നിറക്കുമോ? ഇല്ല. അത് കൊടുക്കണം എന്ന് അപ്പം തോന്നണം കൊടുക്കും, തോന്നാത്തവൻ കൊടുക്കൂല. അപ്പം അവിടെ എന്താ പ്രവർത്തിച്ചത്? കിതാബിൽ നന്മയും തിന്മയും തിരിയാത്തോണ്ടാ, അത് നന്മയാണെന്ന് മനസ്സിലാവാത്തോണ്ടാ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന എല്ലാവരും പൈസ കൊടുക്കാത്തത്. നിങ്ങളുടെ മനുഷ്യരായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആരും ഇവിടെ ദുരിതം അനുഭവിച്ച് ജീവിക്കുന്നില്ലേ? അവരുടെ അയൽവക്കത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളില്ലേ? ഉടുക്കാൻ ഡ്രസ്സില്ലാത്തവർ, കിടന്നുറങ്ങാൻ വീടില്ലാത്തവർ, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എവിടുന്ന ഈ നന്മ മരങ്ങളൊക്കെ ഉണ്ടായി വരുന്നത്? ഇങ്ങനെ സഹായം ആവശ്യമുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റിലുണ്ടല്ലോ. ഇത് നന്മയാണെന്ന് കിതാബിലുണ്ട്. എന്നിട്ടും എന്തേ നിങ്ങളുടെ മഹല്ലുകളിൽ ഇപ്പോഴും പട്ടിണി നടക്കുന്ന മനുഷ്യന്മാരുള്ളത്? ആലോചിക്കണം, നല്ലോണം ആലോചിക്കണം. ഇത് നന്മയാണെന്ന് അറിയാത്തത് കൊണ്ടാണോ എല്ലാവരും എല്ലാവരെയും സഹായിക്കാത്തത്? ചില മനുഷ്യർ സഹായിക്കുകയും ചില മനുഷ്യർ ദ്രോഹിക്കുകയും ചെയ്യും. അതും വിശ്വാസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തെങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണം അത് നമ്മൾ ഇടക്കിടക്ക് പറയണം കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇടക്ക് കോമൺ സെൻസ്. നേരത്തെ പറഞ്ഞത്, ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു കാര്യം നന്മയാണെന്ന് പറയാൻ അവന്റെ കയ്യിൽ ഒരു അടിസ്ഥാനവുമില്ല. എന്തെങ്കിലും ഒരു കാര്യം തിന്മയാണെന്ന് പറയാൻ അവന്റെ കയ്യിൽ ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ടാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം, നന്ദി വേണ്ട, അഹങ്കരിച്ചോളൂ, വിനയം വേണ്ട എന്നൊക്കെ അവർ പറയേണ്ടി വരുന്നത്. എന്തുകൊണ്ടാ? ഇവർക്ക് ആകെ എന്തെങ്കിലും തരത്തിലുള്ള തലപ്രാന്തായതുകൊണ്ടാണോ? അല്ല, അവരുടെ ലോകവീക്ഷണ പ്രകാരം അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തപ്പുള്ളു. ഓരോരുത്തർ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, ഓരോരുത്തർ പലതും ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഇന്നത് നന്മയാണ്, ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നത് ചെയ്താൽ നല്ലതാണ്, ഇന്നത് തിന്മയാണ്, ഇന്നത് ചെയ്യാൻ പാടില്ല എന്നതിന് യുക്തിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ, മതരഹിതമായ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരടിസ്ഥാനമില്ല. മതരഹിതമായ ലോകവീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് നല്ലത്, എന്തൊക്കെയാണ് ചീത്ത എന്നുള്ളതിന് ഒരടിസ്ഥാനമില്ല. ഇതാണ് വാദം. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തെ മതമായി അംഗീകരിക്കുകയും ആ മതം പഠിപ്പിച്ച നന്മ തിന്മകൾ ശരി തെറ്റുകൾ അതേപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല, അതിനൊരു അടിസ്ഥാനമില്ല. അതുകൊണ്ട് ഇവിടെ യുക്തിവാദികളൊക്കെ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നടക്കണം പോലും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിമത്തം തിന്മയാണെന്ന് യുക്തിവാദികൾ പറയണത്? ഇസ്ലാമിൽ നന്മയാണെന്ന് പറഞ്ഞോണ്ടാ? എന്തുകൊണ്ടാണ് ഈ ഗതികേട് ആർക്കുള്ളത്? അടിസ്ഥാനം ഇല്ലാതിരിക്കുന്നതാണ് നിങ്ങളെ അടിസ്ഥാനം ഉള്ളതിനേക്കാൾ നല്ലതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് മനുഷ്യനായാൽ മതി, അതിന് മതവാദി ആയിക്കൊള്ളുന്നില്ല. മനുഷ്യനാവുക എന്നുള്ളതാണ് ഒരു കാര്യം. നല്ലതോ ചീത്തയോ, നല്ലതും ചീത്തയും എന്ന് പറയുന്നത് 2 സാധനങ്ങൾ മാത്രമല്ല, ഇതൊരു സ്പെക്ട്രമാണ്. ഏറ്റവും നല്ലതും ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിൽ വ്യക്തിക്ക് ഏറ്റവും നല്ലതും വ്യക്തികൾക്ക് ഏറ്റവും മോശമായിട്ടുള്ളത് ഉണ്ടാവും. സമൂഹത്തിന് ഏറ്റവും നല്ലതും സമൂഹത്തിന് ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. കുടുംബത്തിനും അങ്ങനെ ഉണ്ടാവും, സ്ഥാപനങ്ങളെ സംബന്ധിച്ചുണ്ടാവും, ബിസിനസ്സിനെ സംബന്ധിച്ചുണ്ടാവും. ഇത് യുക്തിപൂർവം, ബുദ്ധിപൂർവം അത് നല്ലതാണോ ചീത്തയാണോ, ഗുണമാണോ ദോഷമാണോ എന്ന വിവേചന ബുദ്ധി കൊണ്ട് തെരഞ്ഞെടുക്കുന്ന പരിപാടിയുടെ പേരാണ് യുക്തിവാദം. അല്ലാതെ കിതാബ് പരിധി നോക്കലല്ല. കിതാബിലുള്ളത് മാത്രമേ കിട്ടൂ എന്നും കിതാബില്ലാത്തവർക്ക് നന്മ തിന്മ തിരിച്ചറിയാൻ കഴിയില്ല എന്നും പറയുന്നവന്റെ ഗതികേടാണ് ഈ 6-ാം നൂറ്റാണ്ടിലെ ആ കാലഘട്ടത്തിലെ ഒരു മനുഷ്യൻ ചെയ്ത വൃത്തികേടുകൾ അതിനെന്താ കുഴപ്പം എന്നിപ്പോഴും ചോദിക്കേണ്ടി വരുന്നത്. സ്വർഗത്തിൽ പെണ്ണുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ വയസ്സായ തള്ളുണ്ട് എന്നാണോ പറയേണ്ടത് എന്ന് ചോദിക്കുന്നത്. ഒരു കാര്യം മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ടെങ്കിൽ
അത് നന്മയാണ് എന്ന് വിശ്വസിക്കലാണ് ഈമാനിന്റെ ലക്ഷണം എന്ന് പറയേണ്ട ഗതികേട് വരുന്നത്. മുഹമ്മദ് നബി കള്ളുടിച്ചു എന്ന് ഹദീസിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനും ലക്ഷദ്വീപ് പോയി ഇപ്പൊ കുടിച്ചിട്ടുണ്ട്, മുഹമ്മദ് നബി കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് കള്ളാവൂല എന്ന് പറയേണ്ടി വരുന്നത്. അള്ളാഹുവിന്റെ റസൂൽ 1000 പേരുടെ തലയറുത്തിട്ടുണ്ടെങ്കിൽ ആ അരിയൽ കാരുണ്യമാണ് എന്ന് 2024 25 ഒരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് കിതാബിന്റെ ഗുണം. അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ അബ്ദുള്ള അബ്ബാസിൽ നന്മയും തിന്മയും മുഴുവൻ പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിന്റെ കിതാബും പൊക്കിപ്പിടിച്ച് അതും കക്ഷത്തിൽ വെക്കുന്ന അബ്ദുള്ള അബ്ബാസിനോട് അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ 1 മണിക്കൂർ ചോദിച്ചാലും അബ്ദുള്ള അബ്ബാസിൽ പറയും യുദ്ധത്തിൽ ബന്ദികളാക്കുന്നവരെ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ എന്ന് പറയും. അബ്ദുള്ള അബ്ബാസിലെ അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ അബ്ദുള്ള അബ്ബാസിൽ പറയും ഒരു ഭാഗം മാത്രമാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ എന്ന് പറയും. ഒരു വഴി മാത്രം തുറന്നു കൊടുത്തു പറയും. പൊന്നാരവാസിലെ അടിമത്തം ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? യുദ്ധത്തിൽ ബന്ദികളാക്കുന്ന അവരെ മാത്രമേ, അങ്ങനെ ഒരു വഴി മാത്രം തുറന്നു കൊടുക്കുകയും ബാക്കി അടച്ചിടുകയും ചെയ്തു എന്ന് പറയും. ചത്താലും കൊന്നാലും അടിമത്തം തെറ്റാണെന്ന് പറയില്ല. കാരണം അടിമത്തം തെറ്റാണ് എന്ന് പറയാൻ ലോകാവസാനം വരെയുള്ള ഒരു മുസ്ലിമിനും കഴിയില്ല. ഏത് കാലത്തോളം? ഈ കിതാബ് പൊക്കിപ്പിടിച്ച് നടക്കുന്ന കാലത്തോളം കഴിയൂല. കിതാബ് പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഒരു മുസ്ലിമിനും അടിമത്തം തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്താ കാരണം? നമ്മളെ മുത്തുനബി നല്ലോണം ചെയ്തിട്ടുണ്ട്, അത് നല്ലോണം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ ഗുണഭോക്താവായിരുന്നു. അതുകൊണ്ട് അടിമത്തം തെറ്റാണെന്ന് കാലാകാലം പറയാൻ പറ്റൂല. ഇനി ഇതൊക്കെ എന്തിന്റെ പ്രശ്നമാണ്? അത് അബ്ദുള്ള അബ്ബാസിൽ തന്നെ തെളിയിച്ചു തരാം. അബ്ദുള്ള അബ്ബാസിൽ യുക്തിവാദം എന്ന് പറഞ്ഞാൽ, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നും എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരം എനിക്ക് വളരെ വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാനല്ല, അബ്ദുള്ള അബ്ബാസിൽ പറഞ്ഞാലും ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. അതിന്റെ മുമ്പ് അതുകൊണ്ട് നന്മ ചെയ്ത് ജീവിക്കണം, യാതൊരു സംശയമില്ല. പക്ഷെ ആ നന്മ എന്താണെന്ന് പറയാനോ അത് ചിന്തിക്കാനോ അത് പ്രൂവ് ചെയ്യാനോ യുക്തിവാദികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നന്മ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ദൈവത്തെ അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. അതെ, നന്മ എന്താണെന്ന് പറയണമെങ്കിൽ അതൊരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയണമെങ്കിൽ, അതായത് അപ്പിയിട്ടാൽ കഴുകണോ വേണ്ടേ എന്ന് പറയണമെങ്കിൽ ഒരു യുക്തിവാദി മതത്തിൽ അംഗീകരിക്കേണ്ടി വരും, ദൈവത്തെ അംഗീകരിക്കേണ്ടി വരും. മനസ്സിലായോ? എന്തുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അത് നേരത്തെ പറഞ്ഞതാണ്. വഹുവ കുല്ലു ഷൈഇൻ ഖദീർ എന്നാണ്. സ്വതന്ത്ര ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ എന്തായിരിക്കും ആ ലോകത്തിന്റെ അവസ്ഥ? അതിരുകളില്ലാത്ത ഒരു സ്വതന്ത്ര ലോകം. ഇത്തരക്കാരായ ആളുകൾ മുന്നോട്ട് വെക്കുന്ന സ്വപ്ന ലോകം എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പരിശോധനയിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ ഇവരൊക്കെ പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഇനി എന്തു വേണ്ട? അതിരുകൾ വേണ്ട, അരുതുകൾ വേണ്ട, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് അധാർമികമാണ് എന്ന തരത്തിലുള്ള അതിരുകളും അരുതുകളും ഇനിയില്ല. അങ്ങനെയുള്ള ഒരു ലോകം നമ്മൾ കെട്ടിപ്പടുക്കുന്നു. നാളെ മുതൽ അങ്ങനെയാണ്. എങ്കിൽ എന്ത് സംഭവിക്കും? ഇദ്ദേഹത്തിന് സ്വതന്ത്ര ചിന്ത എന്താണ് എന്ന് ക്ലാസ് എടുത്തു കൊടുത്തത് മുജാഹിദ് വാലിശ്ശേരിയാണ് എന്നാണ് എൻ്റെ ബലമായ സംശയം. അതിരുകളില്ലാത്ത, വളയമില്ലാത്ത ചാട്ടമാണ് സ്വതന്ത്ര ചിന്ത എന്നാണ് എന്നോട് പണ്ട് മുജാഹിദ് വാലിശ്ശേരി പറഞ്ഞത്. മുജാഹിദ് വാലിശ്ശേരിക്ക് ആ സംശയം ഞാൻ അന്ന് തീർത്തു കൊടുത്തു. അബ്ദുള്ള അബ്ബാസിലും സ്വകാര്യ സംഭാഷണത്തിൽ എന്നോട് ഒരിക്കൽ പറയുകയുണ്ടായി, തോന്നിയതുപോലെ നടക്കാം, അതാണ് സ്വതന്ത്ര ചിന്ത. അബ്ദുള്ള അബ്ബാസിലും എന്നെ കൊണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. ഒരു ചിന്താ പരീക്ഷണവും നടത്തി. അതിൽ അദ്ദേഹത്തിന് അന്ന് കാര്യം മനസ്സിലാവുകയും എന്നോട് ഒരു കാര്യം പറയുകയും ചെയ്തിരുന്നു. അത് ഞാൻ പബ്ലിഷ് ചെയ്യാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് പുറത്തുവിടാം. നോക്കൂ, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ യാതൊരു നിയന്ത്രണമില്ലാതെ, ഒരു കാര്യവും അരുതും അതിരുമില്ലാതെ എന്തും തോന്നിയതുപോലെ ചെയ്യാം എന്നതാണ് സ്വതന്ത്ര ചിന്ത എന്നാണ് അബ്ദുള്ള അബ്ബാസിൽ സ്വതന്ത്ര ചിന്തയെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണോ സ്വതന്ത്ര ചിന്ത? എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും, ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും തീരുമാനിക്കുന്നതിന് യുക്തിയും ബുദ്ധിയും സാമാന്യമായിട്ടുള്ള അവനവന്റെ കോമൺ സെൻസും ഉപയോഗിക്കുന്ന ചിന്താ പദ്ധതിയുടെ പേരാണ് സ്വതന്ത്ര ചിന്ത. ഏത് നിയമം പാലിക്കണം, ഏത് ഒരു കാര്യത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തിൽ നിന്ന് ഏത് തെരഞ്ഞെടുക്കണം എന്നതിന് ഒരു മുൻകാല പുസ്തകത്തിൻ്റെയോ നേതാവിൻ്റെയോ പാരമ്പര്യത്തിന്റെ ബാണ്ടക്കെട്ട് തലയിലില്ലാതിരിക്കുക എന്നതാണ് സ്വതന്ത്ര ചിന്ത. അബ്ദുള്ള അബ്ബാസിൽ മനസ്സിലാക്കിക്കോ. ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കാൻ
ഏത് ഗ്രന്ഥം അവലംബിക്കണമെന്നും ഏത് ഗ്രന്ഥത്തിൽ നിന്ന് എന്ത് സ്വീകരിക്കണമെന്നും എന്ത് തള്ളാം എന്ത് കൊള്ളാമെന്നും അവനവന്റെ യുക്തിക്കും ബുദ്ധിക്കും സാമാന്യ ബോധത്തിനും അനുസരിച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് അനലൈസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് സ്വതന്ത്രചിന്ത. അതേ സമയത്ത് മതചിന്ത ഒരു വിഷയത്തെ അതെടുക്കണോ എടുക്കണ്ടേ എന്ന് എല്ലാം ഒരേ ഗ്രന്ഥത്തിൽ ഒരേ നേതാവിന്റെ സുന്നത്തിൽ മാത്രം ആശ്രയിച്ച് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരിക. ഒരു വാപ്പ തൻ്റെ 5 വയസ്സുള്ള പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പള്ളിക്കല മൊയ്ലിയാർക്ക് നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു നോക്കുക. അത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ, ആ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റുമോ ഇല്ലേ എന്നതിന് സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യന്, അവനെ മതമൊന്നും ആലോചിക്കണ്ട, കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യന് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പുസ്തകം മറിച്ച് നോക്കണം, നിങ്ങൾ പറയും. അതേ സമയത്ത് പുസ്തകത്തിൽ നോക്കി നന്മ തിന്മ മനസ്സിലാക്കിയ അബ്ദുള്ള അബ്ബാസിന്റെ മുമ്പിൽ ഈ വിഷയം ചെന്നാൽ അബ്ദുള്ള അബ്ബാസിൽ എന്ത് തീരുമാനം എടുക്കും? എടുക്കുമോനെ ഖുർആന്, മറിക്കുമോനെ ഹദീസ്, വായിക്കുമോനെ ഫതുൽ മുയീൻ. അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും, വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും, പ്രായപൂർത്തിയെത്താത്ത പക്വതയെത്താത്ത ബാലികയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ അനുയോജ്യനായ ഒരു വരനെ കണ്ടെത്തി പിതാവോ പിതാമഹനോ തീരുമാനിച്ചാൽ ആ വിവാഹം നടത്തിക്കൊടുക്കാം. അതിന് പെൺകുട്ടിയുടെ സമ്മതമോ പെൺകുട്ടിയുടെ പ്രായമോ പക്വതയോ പരിഗണിക്കേണ്ട കാര്യമില്ല. ഫതുൽ മുല്ലയുടെ വണ്ടക്കാക്ഷരത്തിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അബ്ദുള്ള അബ്ബാസിൽ മതനിയമം പറഞ്ഞു കൊടുക്കും, ഒരു കുഴപ്പമില്ല ആചാര്യരെ, നിങ്ങൾ കെട്ടിച്ചെടുത്തോളി, നിങ്ങൾ 5 വയസ്സുള്ള കുട്ടീനെ പള്ളിക്കത്തെ മൊയ്ലിയാർക്ക് 60 വയസ്സുള്ള മൊയ്ലിയാർക്ക് എന്ന് പറയും. ഒരു യുക്തിവാദിനോട് ചോദിക്കാണ്, ഇതേ മൊയ്ലിയാർ വന്നിട്ട് ഇതേ ആചാര്യ വന്നിട്ട് ചോദിക്കാണ്, ഞാൻ എൻ്റെ 5 വയസ്സുള്ള കുട്ടീനെ പള്ളിക്കത്തെ ഉസ്താദിനാണ് കെട്ടിച്ചു കൊടുത്താലോ എന്നൊരു ആലോചനയാണ് എന്നൊരു യുക്തിവാദിയോട് ചോദിച്ചാൽ, ഒരു ഹിന്ദുവിനോട് ചോദിച്ചാൽ, ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ, സാമാന്യ ബോധം ഉപയോഗിക്കുന്ന കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലാത്ത ഏതൊരു മനുഷ്യനോട് ചോദിച്ചാലും എന്താണ് പൊന്നാര ബാസിലെ പറയാ? ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ ഇല്ലേ, നല്ലതോ ചീത്തയോ എന്ന് തീരുമാനിക്കാൻ ആ നൂറ്റാണ്ടിലെ ഗോത്ര നേതാവിന്റെ മനോവൈകൃതങ്ങൾ എഴുതി വെച്ച കിതാബ് മറിച്ച് നോക്കേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോ അതിലുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. അത് മാത്രം നോക്കുക. എവിടുന്നാ കിട്ടുക? സലഫുകൾ പറഞ്ഞു തരും എന്നാ പറഞ്ഞത്. ഒരു കാര്യം തെറ്റോ ശരിയോ എന്നറിയണമെങ്കിൽ കിതാബ് നോക്കിയാൽ മതി. കിതാബിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ, അപ്പോ സുന്നികൾ പറയാണ് ഇല്ല അത് പ്രായപൂർത്തിയാവണം എന്നൊരു വാദവും മുജാഹിദുകളല്ല കുഴപ്പമില്ല എന്ന് വന്നാൽ, തർക്കം വന്നാൽ, ഇതേ വിഷയത്തിൽ തർക്കം വരുമ്പോ നിങ്ങൾ എവിടെ പോകണം എന്നാ പറഞ്ഞത്? മുത്തുനബിയുടെ കാലത്ത് മുത്തുനബി എന്ത് ചെയ്തു എന്ന്. അപ്പൊ ഈ ഫിഖ്ഹ് സുന്നിയിലൊക്കെ ബാലവിവാഹം, ശൈശവ വിവാഹം ഹലാലാണ് എന്നതിന് തെളിവ് എഴുതി വെച്ചത് ആയിഷാനെ കല്യാണം കഴിച്ച മുഹമ്മദിന്റെ കഥയാണ്. അത് മാത്രമല്ല വേറൊരു കല്യാണത്തിന്റെ കഥയും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോ 6 വയസ്സോ 5 വയസ്സോ ഉള്ള ഒരു കുട്ടിനെ 60 വയസ്സുള്ള പള്ളിക്കത്തെ മൊയ്ലിയാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഹാജിയരായ വാപ്പ തീരുമാനിച്ചാൽ അത് ഹലാലോ ഹറാമോ, അനുവദനീയമോ അല്ലയോ, നല്ലതോ ചീത്തയോ എന്ന് പരിഗണിക്കുന്നതിന്റെ യുക്തി ഉപയോഗിക്കുന്ന കോമൺ സെൻസ് ഉപയോഗിക്കുന്നവനാണോ മനുഷ്യൻ, അതോ 6-ാം നൂറ്റാണ്ടിലെ കാടൻ നിയമം എഴുതി വെച്ച ഗ്രന്ഥമാണോ നന്മ തിന്മ വ്യവച്ഛേദിച്ചറിയാൻ മനുഷ്യന് ഗുണകരമാവുന്ന രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്താൻ സഹായിക്കുന്നത് എന്ന് കോമൺ സെൻസ് വെറുതെ കുറച്ചേരത്തേക്ക് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒന്ന് ആലോചിച്ചിട്ട് അപ്പൊ തന്നെ അടച്ചോളി, കുഴപ്പമില്ല. വിശ്വാസികളോടാണ്, ഓഫ് ചെയ്ത് വെച്ചിട്ട് കേൾക്കുന്നവരോടാണ്. എവിടുന്ന് വരുന്നവരെ കുറ്റിയും പറിച്ചവനൊക്കെ കേട്ടോളി. കോമൺ സെൻസ്. പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. അതെ, അപ്പൊ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. ഇനി 2-3 ഉദാഹരണങ്ങൾ ഉസ്താദ് പറഞ്ഞുതരും, നല്ലോണം കേട്ടോളി, പിടിച്ചിരുന്നോളി. സ്വതന്ത്ര ലോകം, സ്വതന്ത്ര ചിന്തകർ സ്വപ്നം കാണുന്ന സ്വപ്നലോകം എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞുതരാണ്. സ്വതന്ത്ര ലോകം എന്ന് പറഞ്ഞാൽ, സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ, യുക്തിവാദം എന്ന് പറഞ്ഞാൽ എത്രമേൽ അപകടം പിടിച്ച ചിന്തയാണ് എന്നതിന് ബാസിൽ ഉസ്താദ് ഗവേഷണം നടത്തി കണ്ടുപിടിച്ച 2-3 ഉദാഹരണങ്ങൾ ചിത്രസഹിതം നിങ്ങളുടെ മുമ്പിൽ വെക്കാണ്, പിടിച്ചിരുന്നോളി. എന്ത് സംഭവിക്കും? നമ്മള് പിറ്റേന്ന് രാവിലെ എണീച്ച് നോക്കുമ്പോൾ 3 ആൾക്കാർ ട്രിപ്പിൾ അടിച്ചുകൊണ്ട് ഹെൽമറ്റ് ഇല്ലാതെ യാത്ര പോകുന്നുണ്ട്. നമ്മളവരോട് പറയുന്നു പറ്റൂല, ഇത് ശരിയല്ല. അവര് തിരിച്ചു പറയാ, എന്താ നിങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലേ, ഇത് അതിരുകളില്ലാത്ത ലോകമാണ്, അരുതുകളില്ലാത്ത ലോകമാണ്, അത് പറ്റൂല ഇത് പറ്റൂല എന്നുള്ള വർത്താനം
ഞങ്ങളോട് പറയണ്ട. അപ്പോൾ നമുക്കത് പറയാൻ പറ്റൂല. ഓക്കെ, അവരോടും തിരിച്ചൊന്നും പറയാനില്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. നോക്കൂ, ഒരു ട്രാഫിക് നിയമം പാലിക്കണം എന്ന് സ്വതന്ത്ര ചിന്തകരോട് പറയാൻ പറ്റൂല എന്നതാണ് ഈ ബഡായിക്കാരൻ പറയുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന ഉദാഹരണമാണ്. അപ്പൊ ഈ നാട്ടിൽ നിയമമുണ്ട്. ഖുർആനിലെ നിയമമല്ല ഇസ്ലാമിൽ അല്ല ഇന്ത്യയിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഖുർആനികമായിട്ടുള്ള നിയമങ്ങളിൽ വെള്ളം ചേർത്താണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പലരും മുഹമ്മദ് ബിൻ സൽമാനെ പട്ടിയെന്നും പന്നിയെന്നും ഒക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത്. നമ്മുടെ നാട്ടിലെ സലഫികൾ പോലും അതിൽ മുൻപന്തിയിലുണ്ട്. അത് വേറെ വിഷയം. എന്തുകൊണ്ടാണ് ചീത്ത വിളിക്കുന്നത്? അള്ളാഹുവിൻ്റെ നിയമത്തിൽ വെള്ളം ചേർക്കുന്നു എന്നുകൊണ്ടാണ്. അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളല്ലാത്തവിടത്ത് ഉള്ള നിയമങ്ങൾ എങ്ങനെയാണ് ഉണ്ടായത്? കോമൺ സെൻസ്, യുക്തി, സ്വതന്ത്ര ചിന്ത. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ സമൂഹത്തെ ആകെ പരിഗണിച്ചുകൊണ്ട് സാമൂഹ്യ നിയമങ്ങൾ, രാഷ്ട്രീയ നിയമങ്ങൾ, വ്യക്തി നിയമങ്ങൾ, അതാത് രാജ്യത്ത് അതാത് മനുഷ്യർ അവനവന്റെ സ്വതന്ത്രമായ ചിന്തയും ബുദ്ധിയും യുക്തിയും അറിവും ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങളും വെച്ച് നിർണയിക്കുകയും നിയമമുണ്ടാക്കുകയും ചെയ്യും. ആ നിയമം അംഗീകരിക്കണോ വേണ്ടേ എന്നതാണ് ഇവിടെ പരിഗണന. ഇവിടെ 3 പേര് ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ടാകേണ്ടി വരും. ട്രിപ്പിൾസ് പോകുന്ന ഒരു മോലിയാരുട്ടിയെ, പള്ളിക്ക് ജുമാഅത്ത് വന്ന ആളുകൾ 3 പേർ ഒരു പള്ളിയിൽ ഇമാമിന്റെ മുന്നിൽ നിന്ന് ബൈക്കിൽ കയറി ജുമ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അബ്ദുള്ള ബാസിലിന്റെ അടുത്ത് ഈമാൻ ഉറപ്പിക്കാൻ വേണ്ടി ഒരു കുട്ടീനെയും കൊണ്ട് കൗൺസിലിന് വന്ന ഒരാള്, ഒരു വാപ്പിയും ഒരു മകനും അയാളുടെ മകനും, ഈ 3 പേര് ബൈക്കിൽ കയറി പോകാൻ തുടങ്ങുമ്പോൾ അബ്ദുള്ള ബാസില് നിങ്ങൾ 3 ആള് പോകാൻ പാടില്ല, ട്രിപ്പിൾസ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പോയ കുഴപ്പം എന്ന് ആ കുട്ടികളുടെ വാപ്പ അല്ലെങ്കിൽ ആ വല്യപ്പ തിരിച്ച് അബ്ദുള്ള ബാസിനോട് ചോദിച്ചാൽ അബ്ദുള്ള ബാസില് ഏത് കിതാബ് എടുത്തിട്ടാ ഉത്തരം പറയാ? ഏതെങ്കിലും കോവർ കഴുതയുടെ പുറത്തോ കുതിരയുടെ പുറത്തോ ഒട്ടകത്തിന്റെ പുറത്തോ 3 ആള് കയറാൻ പാടില്ല എന്ന് ഹദീസാണ് കിട്ടേണ്ടി വരും അബ്ദുള്ള ബാസിലിന്. ട്രിപ്പിൾസ് പോകാൻ പറ്റൂല എന്ന് ആ കുട്ടികളോട് പറയണമെങ്കിൽ. അല്ലെങ്കിലോ ശരീരത്തിന്റെ ദ്വാരങ്ങളിൽ ഒളിപ്പിച്ച് സ്വർണം കടത്തുന്നത് ഹറാമാണെന്ന് പറയാൻ മതപരമായി കെൽപ്പില്ലാത്തത് എന്തുകൊണ്ടാണ്? അത് അല്ലാഹ് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. നോക്കണങ്ങള്, ഹവാല പണമിടപാടുകൾ അത് തെറ്റാണെന്നും നിയന്ത്രിക്കണമെന്നും പറയാൻ മതം ഉപയോഗിച്ച് വയലു പറയാൻ എന്തേ പറ്റാത്തത്? അത് അല്ലാഹ് ഹലാലാക്കിയതാണ്. ഹവാലയും ഇതുപോലെയുള്ള സ്വർണ്ണക്കടത്തും ഹറാമാണെന്ന് പറയാൻ കഴിയൂല. അപ്പൊ ഈ അവസ്ഥയിൽ വല്യപ്പയും വാപ്പിയും പേരക്കുട്ടിയും കൂടി, വല്യപ്പയും മകനും പേരക്കുട്ടിയും കൂടിയും ബൈക്കിൽ 3 ആള് കയറി. ബാസുൽ ഉസ്താദ് പറയാണ്, അല്ലെങ്കിൽ കേട്ടോക്കി 3 ആളൊന്നും കയറി പോകണ്ടോ, ട്രിപ്പിൾസ് ഒന്നും പോകരുതേ എന്ന് പറയുമ്പോൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ആൾക്കാരെടുത്ത് അത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും. വാപ്പ ചോദിക്കാണ്, എന്തുകൊണ്ട് പാടില്ല എന്ന് സ്വതന്ത്ര ചിന്തകനോട് ചോദിച്ചാൽ സ്വതന്ത്ര ചിന്തകൻ കൃത്യമായിട്ട് ആ 3 കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിലൊരാളെ ഇറക്കി അടുത്ത ബസ്സിൽ കയറ്റി വിടുകയും ചെയ്യും. ഇനി ഉസ്താദിനോട് ചോദിക്കാണ്, ഉസ്താദിനോട് ഇവർ ചോദിക്കാണ്, എന്താ വാസിൽ ഉസ്താദെ, എന്താ ഇപ്പൊ ഞങ്ങൾ 3 ആള് പോയാൽ ഏത് ഹദീസിൽ ഏത് ഖുർആനായത്ത് വെച്ചിട്ടാണ് ബൈക്കിൽ 3 ആള് കയറാൻ പാടില്ല എന്ന് കിതാബിലുണ്ടോ? ഹറാമാണോ? കറാഹത്താണോ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതിനെന്താ കുഴപ്പം എന്ന് ആ കുട്ടി ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നിങ്ങൾ നേരെ മുജാഹിദ് വാലിശ്ശേരിക്ക് വിളിച്ചു നോക്കും, അല്ലെങ്കിൽ സലീം സി പി ഉസ്താദ്, സലീം സി പി എന്താണ് ഉസ്താദിന്റെ പേര്, ഉസ്താദിനെ വിളിച്ചു നോക്കും. എന്നിട്ട് ചോദിക്കും, അല്ല ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒട്ടകത്തിന്റെ പുറത്ത് 3 ആള് കയറരുതെന്ന് വല്ല ഹദീസ് ഉണ്ടോ? അല്ലെങ്കിൽ 3 ആള് ഒട്ടകത്തിൽ പോയപ്പോൾ 2 ആൾക്ക് വരെ പോകാം എന്ന് പിന്നെ ഹദീസിലുണ്ട്. 3 ആള് പോകൽ ഹലാലാണോ ഹറാമാണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ഹദീസ് ഉണ്ടോ നോക്കണ്ടേ? അല്ലാതെ RTO ഓഫീസിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് നിയമം നോക്കിയാൽ മതിയോ? ഇവിടുത്തെ ഗതാഗത നിയമം നോക്കിയാൽ മതിയോ? രാജ്യത്തിന്റെ നിയമം നോക്കിയാൽ മതിയോ? രാജ്യത്തിന്റെ നിയമം മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പൊക്കിയതല്ലല്ലോ വാസിൽ ഉസ്താദെ. പെട്ടല്ലോ പഠിച്ചോനെ എന്നാണ് ഇപ്പോൾ ഉസ്താദ് പറയുന്നത്. അൽ ട്രിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉണ്ടോ? ട്രിപ്പിൾസിന്റെ വിധി, നിങ്ങൾക്ക് ബാലവിവാഹത്തിന്റെ വിധി ഇവിടെ കിട്ടും. ഒരു പട്ടി മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ട്, മനുഷ്യ സ്ത്രീയുമായി പട്ടി ബന്ധപ്പെട്ടിട്ട് അതിൽ കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ പള്ളിയിൽ ഇമാം നിർത്താമോ എന്ന് വരെ ഹദീസിൽ നിങ്ങൾക്ക് പിന്നെ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. മോട്ടോർ സൈക്കിളിന്റെ മുകളിൽ 3 ആള് കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിന്റെ ഫത്വ ഇറക്കണമെങ്കിൽ അതിന് രാഷ്ട്രത്തിന്റെ നിയമം അനുസരിക്കേണ്ടി വരും.
ഇനി അത് പറഞ്ഞു കൊടുക്കാൻ ഉസ്താദിന് എങ്ങാനും പറ്റുകയാണെങ്കിൽ ഒരു ഹദീസ് പൊക്കി പിടിച്ചു വരാൻ സാധ്യത ഉള്ളത്, നിങ്ങൾ ഏത് നാട്ടിലാണോ നിൽക്കുന്നത് ആ നാട്ടിലത്തെ നിയമം അനുസരിക്കണം എന്ന് നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും പോലും. അപ്പൊ പൊന്നാരന്റെ ഭാഷയിലെ നാട്ടിലത്തെ നിയമം അനുസരിക്കണം എന്നല്ലേ? ആ നിയമം അങ്ങനെ ഉണ്ടാക്കണത് ഖുർആനിൽ പറഞ്ഞു നോക്കിയിട്ടാ? ദൈവം പറഞ്ഞു കൊടുത്തിട്ടാ? വെളിപാട് വേണം, വെളിവ് വേണം വെള്ളിയാഴ്ചെങ്കിലും, അതും ഇല്ല. എന്താ ചെയ്യാ? അപ്പൊ ഒന്നുകൂടി കേട്ടോളി, ആ കോമൺ സെൻസിന്റെ കേസ് ഒന്നുകൂടി കേട്ടോളി. പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തിൽ തള്ളുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. അതെ, ശരിയാണ്. ഒരിക്കലും ബാസിൽ കോമൺ സെൻസ് തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. ബാസിലിന്റെ നോൺ സെൻസ് തന്നെ ഇവിടെ താങ്ങാൻ പറ്റുന്നില്ല. ഇനി ബാസിൽ ഈ കോലത്തില് ഹലാലായ കോമൺ സെൻസ് കൂടി പുറത്തിറക്കിയാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹലാൽ കോമൺ സെൻസ് വേണം, സാധാ കോമൺ സെൻസ് പറ്റൂല, ഹലാൽ കോമൺ സെൻസ് വേണം. ഞാൻ അടുത്ത ഉദാഹരണം കേട്ടോളി, ശ്രദ്ധിച്ച് കേട്ടോളി. അടുത്തതായി നമ്മൾ കാണുന്നത് എന്താണ്? വീണ്ടും നമ്മൾ കുറെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തത് നമ്മൾ കാണുന്നത് ഒരു സ്കൂളിന്റെ മതിൽ ചാടിക്കൊണ്ട് കുട്ടികളിങ്ങനെ പോകുന്നതാണ്. നമ്മൾ അവരോട് പറയുന്നത് ശരിയല്ല, അങ്ങനെ ക്ലാസ് ബങ്ക് ചെയ്യാൻ പറ്റൂല, അവിടെ ക്ലാസ്സിൽ പോയി ഇരുന്ന് പഠിക്കുമെന്ന് പറയുന്നു. അവിടെയും അവർ തിരിച്ചു പറയുന്നു, അതിരുകളില്ലാത്ത ലോകമാണ്, ഞങ്ങളോട് അരുത്, ഇത് പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമില്ല. അരുതുകളൊക്കെ ഇന്നലെ മുതൽ അതൊക്കെ തകർത്തെറിഞ്ഞു കഴിഞ്ഞു, ഇത് സ്വതന്ത്ര ലോകമാണ്. ആരുണ്ടാക്കി ഈ സ്കൂളിന്റെ അതിർത്തികൾ? ആരുണ്ടാക്കി ഈ സ്കൂൾ ടീച്ചർ, അതുപോലെ തന്നെ കുട്ടികൾ എന്ന പോലെയുള്ള അതിർത്തികളും അരുതുകളും അതിരുകളും ഒക്കെ ആരാണ് ഉണ്ടാക്കിയത്? അതൊന്നും ഇനി മുതൽ ബാധകമല്ല, സ്വതന്ത്ര ലോകത്താണ് നമ്മളുള്ളത്. അപ്പൊ അവരോട് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഒന്നും പറയാൻ പറ്റില്ലാത്തത് കോമൺ സെൻസ് ഓഫ് ആക്കി വെച്ചോണ്ടാണ് അബ്ദുള്ള ബാസിലെ. കാരണം ഓല് ചോദിക്കുമ്പോൾ നിങ്ങൾ കിതാബ് ഓതി മറിച്ചു കൊടുക്കണം. ഓല് നിങ്ങളോട് ചോദിക്കുന്നത് ഏത് കിതാബിലുള്ളത് ഉസ്താദ് എന്നാണ്. യുക്തിവാദിയോട് ചോദിച്ചാൽ, സ്വതന്ത്ര ചിന്തകനോട് ചോദിച്ചാൽ, കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും അടുത്ത ദിവസം മതിൽ ചാടാതെ ഗേറ്റ് കടന്ന കുട്ടികൾ സ്കൂളിൽ എത്തുകയും ചെയ്യും. അതേ സമയത്ത് ഉസ്താദിന്റെ മുന്നിലേക്ക് ചാടി വന്നു, ഉസ്താദ് ചോദിക്കണം മതിൽ ചാടാൻ പാടില്ല, എന്താ കുഴപ്പം എന്ന് കുട്ടികൾ ചോദിക്കും. അപ്പൊ നിങ്ങൾ ഹദീസ് മറിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം, ഇന്ന ഹദീസിൽ വേലി ചാടരുത് എന്നുണ്ട് എന്ന്. ഹദീസിൽ വേലിയാടരുത് എന്നുണ്ടെങ്കിൽ വേലിയാടാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതില്ലാത്ത കാലത്തോളം അപ്പോൾ തന്നെ അത് ഈന്തപ്പനയോല കൊണ്ട് കെട്ടിയ വേലിയാണെങ്കിൽ, സിമന്റിന്റെ വേലിയാണെങ്കിൽ ചാടാമോ എന്ന വേറെ മസാല ചോദ്യം വരും. കാരണം അന്ന് ചാടരുത് എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈന്തപ്പന ഓല വെച്ചുണ്ടാക്കിയ ചെറിയ വേലിയായിരിക്കും. സിമന്റിന്റെ വേലിയാണെങ്കിൽ ചാടാമോ എന്ന മസാല വേറെ ചർച്ച ചെയ്യേണ്ടി വരും. ഇജ്മാ ഖിയാസും നോക്കേണ്ടി വരും. കളിച്ച കളിയത് നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ കോമൺ സെൻസ് ഓഫ് ചെയ്ത് വെക്കുമ്പോൾ അയാളുടെ ചിന്ത ഏത് കൂടിയൊക്കെ പോകുന്ന ആലോചിക്കണം. ഇനി ഞങ്ങൾക്ക് വേറൊരു ചിന്താ പരീക്ഷണം പറഞ്ഞുതരാം. നന്മ മതം പഠിപ്പിച്ചു കൊടുത്താണല്ലോ, സഹായിക്കണം, അനാഥയെ സംരക്ഷിക്കണം ഒക്കെ ഉണ്ട്. അപ്പൊ നോക്കൂ, ഒരാളിങ്ങനെ വഴിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിക്കെന്ന് പറഞ്ഞിട്ടോ എവിടുന്നോ ആരാരും നോക്കാനില്ലാതെ അനാഥമായി പോയ ഒരു പെൺകുട്ടി വഴിയിലിരുന്ന് കരയുന്നു. സംരക്ഷിക്കൽ നന്മയാണ് എന്ന് പഠിപ്പിച്ച 2 കുട്ടികളുണ്ടായിരുന്നു. സംരക്ഷിക്കൽ നന്മയാണ് എന്ന് അള്ള പറഞ്ഞതുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെ എടുത്തുകൊണ്ടുപോയി ഒരു മൊയ്ലിയാർ വളർത്തുന്നു. 3-4 വയസ്സുള്ള പെൺകുട്ടിയാന്ന് കൂട്ടിക്കോ, 3 വയസ്സുള്ള പെൺകുട്ടിയാന്ന് കൂട്ടിക്കോ. വേറെ ഒരു യുക്തിവാദി അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകൻ അല്ലെങ്കിൽ ഒരു സാധാരണ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഒരു കോമൺ മനുഷ്യൻ, അയാള് ദയ തോന്നി, മനുഷ്യത്വമുണ്ടായി, സ്നേഹവും വാത്സല്യവും ഉണ്ടായി ആ കുട്ടിയെ സ്വന്തം കുട്ടിയായിട്ട് ദത്തെടുക്കുന്നു. എന്നിട്ട് ഈ കുട്ടിയെ സ്വന്തം കുട്ടിയെ പോലെ മതമില്ലാത്ത ഒരുത്തൻ വളർത്തുന്നു. മതമുള്ള മൊയ്ലിയാര് അന്യക്കുട്ടിയാണ്, ദത്ത് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഹറാമാണ്, അത് നിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യതീം കുട്ടിക്ക് ചെലവിന് കൊടുത്ത് വളർത്തുന്നു സ്വന്തം വീട്ടിൽ. എടുത്തു വളർത്തിയ 2 കുട്ടികൾ വളർന്നു വലുതാകുന്നു. അവർക്ക് ഇന്ത്യൻ നിയമം അനുസരിച്ച് വിവാഹപ്രായമെത്തുന്നു. ഞാനൊരു ചോദ്യം ചോദിക്കാൻ, ഈ 2 പെൺകുട്ടികളും സുന്ദരികളാണ്. എടുത്തു വളർത്തിയ പിതാവ് എടുത്തു വളർത്തിയ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് ചിന്തിക്കാൻ സാധ്യതയുള്ളത് സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യനാണോ, അള്ളാന്റെ നിയമം അനുസരിച്ച് ജീവിച്ച മൊയ്ലിയാർക്കാണോ? ഈ കുട്ടീനെ ഞാൻ തന്നെയാണ് കെട്ടിയാലോ എന്നൊരു ചിന്ത വരാൻ എന്തെങ്കിലും ഒരു സാധ്യത ഉള്ളത്? മസാല ചോദിക്കണുണ്ട്, പറഞ്ഞുതരാം. ആർക്കാ ചിന്ത വരിക? നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുത്.
ഇതിലേതാളുകൾക്കാണ് അങ്ങനെ ഒരു ചിന്ത വരിക? മനുഷ്യത്വത്തിന്റെ പേരിൽ, വാത്സല്യത്തിന്റെ പേരിൽ അനാഥമായി പോയ ഒരു പെൺകുട്ടിയെ എടുത്തു വളർത്തിയ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ, അയാളുടെ മതവും ജാതിയും നോക്കണ്ടങ്ങൾ. അതിന്റെ പേരിൽ ഇനി ഖുർആനിൽ എടുത്തു വളർത്തിയാൽ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞതിന്റെ പേരിൽ യത്തീം കുട്ടിയെ എടുത്തു വളർത്തിയ ഒരു ആജിയാർ മൊയ്ലിയാർ ഇപ്പുറത്തുണ്ടെന്ന് വിചാരിക്കാം. വളർന്നു വലുതായ കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റൂലേ എന്ന് ആലോചിക്കുന്ന മനുഷ്യൻ ഏത് നന്മ തിന്മയുടെ വക്താവായിരിക്കും എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. എന്നിട്ട് മസല ഞാൻ പറഞ്ഞുതരാം. ഇനി മസല കേട്ടോളി. കോമൺ സെൻസ് ഉപയോഗിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ സ്വന്തം മകളെ പോലെ വളർത്തുകയും സ്വത്തിൽ അവകാശം കൊടുക്കുകയും സ്വന്തം മകളായി പരിഗണിക്കുകയും ചെയ്യാൻ അതിന് ഒരു കിതാബ് മറിച്ചു വെക്കണ്ട. ആ കുട്ടിനെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് പോലും ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്ന മനുഷ്യന് സാധ്യമല്ലാത്ത കാര്യമായിരിക്കും. പക്ഷെ ആജിയർക്ക് സംശയം, ഞാൻ എടുത്തു വളർത്തിയ യത്തീം കുട്ടീനെ എനിക്ക് തന്നെ കെട്ടാൻ പറ്റുമോ പറ്റൂലേ? സംശയം ബാസിൽ ഉസ്താദിന്റെ മുന്നിലെത്തി. ബാസിൽ ഉസ്താദിനോട് ചോദിച്ചു, ബാസിൽ ഉസ്താദെ, ആ കുട്ടി എന്റെ കുട്ടിയല്ല, എന്റെ ഭാര്യ പ്രസവിച്ചതല്ല, മഹ്റമല്ല, ഞാൻ എടുത്തു വളർത്തി എന്നുള്ളത് സത്യമാണ്, ഓൾക്ക് നല്ലോണം സ്വത്തും മുതലൊക്കെ ഉണ്ട്, ഓളെ ഞാൻ തന്നെ കെട്ടിയാലോ എന്നൊരാലോചന, എന്താ ഉസ്താദെ ഇപ്പൊ നമ്മളതിന്റെ മസ്അല എന്ന് ചോദിച്ചാൽ, പൊന്നാര ഉസ്താദെ, ബാസിൽ ഉസ്താദെ, കിതാബ് മറിച്ച് നോക്ക്, ഖുർആൻ മറിച്ച് നോക്ക്, ഹദീസ് എടുക്ക്, ഇജ്മാ എടുക്ക്, ഖിയാസ് എടുക്ക്, ഫിഖ് മറിക്ക്, അള്ളാഹു പറഞ്ഞു തന്ന നന്മ തിന്മയുടെ അളവുകോലെടുത്ത് അളന്നു ഉത്തരം പറഞ്ഞു കൊടുക്ക് ബാസിൽ ഉസ്താദെ. ബാസിൽ ഉസ്താദ് പറയും, ഒരു കുഴപ്പമില്ല, ഓൾ നിങ്ങൾക്ക് ഹലാലാണ് എന്ന് പറയും. ഈ നെറികേടിന്റെ, ഈ വൃത്തികേടിന്റെ പേരാണ് ഇസ്ലാം പഠിപ്പിച്ച, ദൈവം പഠിപ്പിച്ച നന്മ തിന്മ കൂട്ടരെ. ഇനിയുണ്ട് എമ്പാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സ്കൂൾ കുട്ടികൾ മതിലിയാടുന്നതിന്റെ പിന്നാമ്പുറത്തു നിന്നുള്ള ഫോട്ടോ ഒന്നും വേണ്ട അബ്ദുള്ള ബാസിലെ. നല്ല കിണ്ണം കാച്ച ഉദാഹരണങ്ങൾ, ചോദ്യങ്ങൾ നമ്മളെത്തുണ്ട്. നിങ്ങൾ പോയി നന്മ തിന്മകൾ വകതിരിവ്, വട്ടപൂജ്യം എന്ന് പോലും എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ അധപ്പതിക്കുകയാണ് അഭ്യസ്ത വിദ്യരായിട്ടുള്ള പല്ല് ഡോക്ടർമാർ നാട് നീളെ. അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് അബ്ദുള്ള വസലം. ഇസ്ലാം എന്ന് പറയുന്ന പുളിച്ച മതനിയമം, അശ്ലീലങ്ങളുടെ കേദാരമായിട്ടുള്ള ഫിഖ്, ചിന്താവൈകൃതങ്ങളുടെ ധാർമ്മിക ചിന്താവൈകൃതം മാത്രമാണ് ഇസ്ലാമിന്റെ ധാർമ്മികത. എല്ലാ വികൃത ചിന്തകൾക്കും ഉത്തരം തേടുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് നിങ്ങളെ ഫിഖ് നിർദ്ധാരണം. അത് നിങ്ങൾക്ക് മലയാളത്തിൽ പോലും അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഫിഖ് ഗ്രന്ഥത്തിലെ മസ്അല സംശയമാണ്. ഒരു പട്ടി മനുഷ്യ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അതിൽ കുട്ടി ജനിച്ചാൽ അതിനെ ഇമാമ് നിർത്താൻ പറ്റുമോ എന്ന്. ഇക്കോലത്തിൽ നിങ്ങൾ ഒരു മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട് അതിലൊരു കുട്ടി ജനിച്ച് അത് ഒരു കാളക്കുട്ടിയായി വളർന്നാൽ ആ കുട്ടിയെ ഒന്നുഹെത്തർക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് മസ്അല ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയും കിതാബ് നോക്കിയിട്ട്. ഓന് ജുമാക്ക് നേതൃത്വം കൊടുത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉലൂഹിയത്തിന്റെ അന്നാണ് പിടിച്ച അർത്താളി എന്ന് പറയും ഉസ്താദ്. നന്മ തിന്മ മനസ്സിലാവണമെങ്കിൽ മതം വേണം പോലും. ഏത് മതം? ഈ മതം. അടുത്തത് ഒരു ഉദാഹരണം കൂടി ഉണ്ട്, പിടിച്ചിരുന്നോളി. പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പിന്നെ കാണുന്നത് കുറച്ച് പോലീസുകാരവിടെ വെറുതെ പണിയില്ലാതിരിക്കുകയാണ്. പോലീസുകാരാണ് അല്ലെ, നിയമപാലകരാണ്. നിയമപാലകർ എന്ന് പറഞ്ഞാൽ നിയമമാണ് ആദ്യം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി മുതൽ പണിയില്ല. കാരണം എന്താ? നിയമം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ചെയ്യാം, ചില കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നുപോലെയുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ്. അരുതുകളും അതിരുകളും എല്ലാമാണ് നിയമം. അതിരുകളില്ലാത്ത സ്വതന്ത്ര ലോകമായതുകൊണ്ട് അവർക്കും ഇനി പണിയില്ല. യജ്ജാതി സാധനം. അതായത് നിയമമൊന്നും പാടില്ല എന്നതാണ് സ്വാതന്ത്ര്യ. നിയമങ്ങൾ മനുഷ്യത്വപരമാണോ അല്ലേ? നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഈ നിയമം കൊണ്ട് ഈ മനുഷ്യർക്ക്, ഈ സമൂഹത്തിന് എന്ത് ഗുണമാണുള്ളത്, എന്ത് ദോഷമാണുള്ളത് എന്ന് സാമാന്യ ബുദ്ധിയും കോമൺ സെൻസും ഉപയോഗിച്ച് ആലോചിക്കുന്നതിന്റെ പേരാണ് സ്വാതന്ത്ര്യ. ആരുമില്ലേ ഇയാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ? ഒന്നുകൂടി കേട്ടോ. അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. ഉറപ്പല്ലേ? അല്ലെങ്കിൽ ഒരു കോമൺ സെൻസിന്റെ കണികളുള്ള ഒരു മനുഷ്യൻ ഒരു ഉദാഹരണമായിട്ട് എടുക്കുന്ന കാര്യമാണ് അത്. പോലീസുകാരൊന്നും ഇനി സ്വതന്ത്ര ഇന്ത്യ കാണാം, ഇനി സ്വതന്ത്ര ഇന്ത്യയാണ് ഇവിടെ, നിങ്ങൾ പോലീസുകാരൊക്കെ വീട്ടിൽ പോയിക്കോളി. കോമൺ സെൻസ് ഇല്ല, കോമൺ സെൻസ് ഉപയോഗിക്കാൻ പാടില്ല.
കോമൺ സെൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുക മാത്രമല്ല, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മാതൃകാശാലിയാണ് അബ്ദുള്ള ബാസിൽ. പറയുന്നത് പ്രവർത്തിക്കുന്ന ആളാണ് അബ്ദുള്ള ബാസിൽ എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ആ കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. വെൽഡൻ ബാസി എന്നെല്ലാവരും കമന്റ് ബോക്സിൽ എഴുതണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം അദ്ദേഹം കോമൺ സെൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുക മാത്രമല്ല, അത് ചെയ്തു കാണിക്കുന്നു, അദ്ദേഹം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിന്റെ മേന്മ. അതുകൊണ്ട് വെൽഡൻ ബാസിൽ എന്ന് എല്ലാവരും കമന്റ് എഴുതണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതി അത് നമ്മുടെ നിർമ്മല സീതാറാമൻ അതും പാട്ടത്തിന് വിൽക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ, ഇനി കോടതിയുടെ ഒന്നും ആവശ്യമില്ല. കാരണം എന്താ, കോടതി എന്ന് പറഞ്ഞാൽ കുറച്ച് അതിരുകളും അരുതുകളും ഒക്കെ പറയാനുള്ളതാണ്, കുറച്ച് വിധികളൊക്കെ പറയാനാണ്. അപ്പൊ ഇപ്പൊ നമ്മളുള്ളത് എന്താണ്, അതിരുകളില്ലാത്ത സ്വതന്ത്ര ലോകത്താണ്. ഇനി ജഡ്ജി ഇങ്ങനെ കൽപ്പിക്കുക, അതനുസരിച്ച് പോവുക എന്നുള്ള പോലെയുള്ള കാര്യങ്ങളൊന്നും ഇനി നടപ്പിലാവുകയില്ല. അപ്പോ ഇങ്ങനെയുള്ള ഒരു ലോകമാണ് സ്വതന്ത്ര ചിന്ത എന്നാണ് അബ്ദുള്ള ബാസിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണത്? 2 കാരണങ്ങളാണ്. വകതിരിവ് വട്ടപൂജ്യം ആയതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് വകതിരിവ് വട്ടപൂജ്യമായത്? കോമൺ സെൻസ് പണ്ട് ഓഫ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് സ്വതന്ത്ര ചിന്ത എന്താണ് എന്ന് പോലും അബ്ദുള്ള ബാസിലിന് മനസ്സിലാവാഞ്ഞിട്ടല്ല, മനസ്സിലായാലും മനസ്സിലാവാത്തതുപോലെ അഭിനയിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ആളുകൾക്കും എല്ലാ കാര്യവും മനസ്സിലാകും എന്നുള്ളത് കൊണ്ട്, ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ മുന്നോട്ടുള്ള പോക്ക്, പ്രയാണം അത് പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് ആരും ഒന്നും മനസ്സിലാക്കാതിരിക്കാനുള്ള എളുപ്പ വഴിയായിട്ട് എല്ലാവരോടും കോമൺ സെൻസ് ഓഫ് ചെയ്യണം എന്ന് പറയാൻ മാത്രം പഠിച്ചു വെച്ച, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അബ്ദുള്ള ബാസിലിന് എല്ലാവിധ ഭാവുകങ്ങളും നമ്മൾ നേരാണ്. പിന്നെ അവിടെ കോമൺ സെൻസ് എന്ന് പറയുന്നത്, ആ കോമൺ സെൻസ് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രത്തെ തള്ളുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ യുക്തിരഹിതമായ ഒരു പൊസിഷനാണ്. അപ്പം ഇസ്ലാമിലെ കോമൺ സെൻസും ഇസ്ലാമിലെ ദൈവികമായിട്ടുള്ള നിയമങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള പല ഉദാഹരണങ്ങൾ പറഞ്ഞു. അദ്ദേഹം മതിൽ ചാടുന്നതും പോലീസുകാർ നിൽക്കുന്നതും കുട്ടികൾ ട്രിപ്പിൾ പോകുന്നതിൻ്റെയും ഒക്കെ ഉദാഹരണങ്ങൾ പറഞ്ഞു. നിയമത്തിന്റെ ഉദാഹരണങ്ങളും നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന് എന്താ പറയാനുള്ളത് ബാക്കി ഞാൻ പിന്നെ പറയാം. അങ്ങനെ നമുക്കറിയാം, ഈ വിപ്ലവക്കാരാണെങ്കിലും സ്വതന്ത്ര ചിന്തക്കാരാണെങ്കിലും അവർക്ക് പോലും മനസ്സിലാവും, ഇങ്ങനെയൊരു ലോകം വന്നാൽ, നിയമങ്ങളില്ലാത്ത അതിരുകളില്ലാത്ത ഒരു ലോകം വന്നാൽ ഈ ലോകം തന്നെ കുട്ടിച്ചോറാകും എന്ന കാര്യത്തിൽ സംശയം. അതെ, അപ്പൊ യുക്തിവാദികൾക്ക് പോലും അതിരുകളില്ലാത്ത ലോകം വന്നാൽ ലോകം കുട്ടിച്ചോറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഇവിടെ മതനിരപേക്ഷമായ നിയമങ്ങളുള്ളത്, മതമില്ലാത്ത രാജ്യങ്ങളിലും നിയമങ്ങളുള്ളത്, സാമൂഹ്യ നിയമങ്ങളുള്ളത്, ധാർമ്മിക നിയമങ്ങളും മൂല്യങ്ങളും ഉള്ളത് എന്നാണ് അവസാനം ബാസിൽ ഉസ്താദ് പറഞ്ഞു വെച്ചത്. കോമൺ സെൻസ് എവിടെയോ ലീക്കായി എന്നാണ് എനിക്ക് സംശയം. എത്രയും പെട്ടെന്ന് കോമൺ സെൻസ് എന്ന് പറയുന്ന ആ ഒരു കൂടാരത്തിന്റെ പഞ്ചർ ഒട്ടിക്കണം അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്നത്. എന്താ അവസാനം പറഞ്ഞത്? അപ്പൊ എല്ലാവർക്കും അറിയാം, നിയമങ്ങൾ, രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാവും. ആ നിയമങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തണമെന്നും, നിയമങ്ങൾ രൂപീകരിക്കുമ്പോഴും നിലനിർത്തുമ്പോഴും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോഴും പരിഗണിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഗ്രന്ഥങ്ങളാണ്, എന്തൊക്കെ അറിവുകളാണ് എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയും മനുഷ്യർ, സമാന ചിന്തയുള്ള മനുഷ്യരും അല്ലാത്തവരുമായി ആശയവിനിമയം നടത്തുകയും പല വിഭാഗക്കാർ, പല അഭിപ്രായക്കാർ ഉള്ള ഒരു സമൂഹത്തിന്റെ പൊതുവായ മുന്നോട്ട് പോക്കിന് ഏറ്റവും ഗുണകരമാവുന്ന കാര്യങ്ങൾ നിയമമാക്കി ഉണ്ടാക്കിയെടുക്കാൻ കോമൺ സെൻസ് ഉപയോഗിക്കുകയും ചെയ്യുക എന്നതിൻ്റെ പേരാണ് സ്വതന്ത്ര ചിന്ത. അതുകൊണ്ടാണ് മതനിരപേക്ഷമായ നിയമങ്ങൾ, മതേതരമായിട്ടുള്ള മൂല്യങ്ങൾ, ഒരു മതത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത മൂല്യങ്ങൾ മതേതര സമൂഹങ്ങളിൽ ഉണ്ടാകുന്നതും, അള്ളാഹു കൊടുത്തയച്ച നന്മ തിന്മകൾ അക്ഷരം പ്രതി അനുഷ്ഠിക്കുന്ന, അതിനുവേണ്ടി AK-47 മനുഷ്യർക്ക് നേരെ ചൂണ്ടുന്ന പ്രദേശങ്ങളിൽ നിന്ന്, ഭരണകൂടങ്ങളുടെ കീഴിൽ നിന്ന് മനുഷ്യർ മതേതരമായ ചിന്തയുള്ള, മതേതര മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കോമൺ സെൻസ് ഉപയോഗിച്ച് മനുഷ്യർ ഉണ്ടാക്കിയെടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലേക്ക്, ഇവിടുത്തെ വലിയ വലിയ ദാഴിമാരുടെ മക്കൾ പോലും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ചേക്കേറുന്നതിൻ്റെ യുക്തി, അതിനവരുപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് കോമൺ സെൻസ്. ആ കോമൺ സെൻസ് ആണ് അബ്ദുള്ള ബാസിൽ ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതും ബാക്കിയുള്ള മനുഷ്യരോട് ഓഫ് ചെയ്ത് വെക്കണം എന്ന് ആവശ്യപ്പെടുന്നതും. കോമൺ സെൻസ് ഇല്ലാതിരിക്കുകയും
കിതാബിലെ നിയമങ്ങൾ കെട്ടിപ്പിടിക്കുകയും അത് പോരിശ പറഞ്ഞ് നടക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ അധപ്പതനം എത്രമേൽ ഭീകരമായിരിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് അബ്ദുള്ള ബാസിലിനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.